വളരെ സന്തോഷവും അതുപോലെ തന്നെ എന്തോ മനസ്സിലൊരു വലിയൊരു ആശ്വാസവും ഒരു പ്രതീക്ഷയും നൽകുന്ന ഒരു സദസ്സിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം ഒരുപാട് മഹല്ല് കമ്മിറ്റികളിലും മറ്റു മതപരമായ സംഘടനകൾ നടത്തുന്ന പ്രോഗ്രാമുകളിലും ഒക്കെ പങ്കെടുക്കാറുള്ള എനിക്ക് ഇത്രയും അടുക്കും ചിട്ടയോടും കൂടി ഒരു പ്രദേശത്തെ മുഴുവൻ വിശ്വാസികളെയും അണിനിരത്തി വളരെ അച്ചടക്കത്തോടു കൂടി ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടകർ അഭിനന്ദനം അറിയിക്കുന്ന ആൾക്കാരാണ്. ഈ ഒരു വൈകിയ സമയത്ത് പോലും ഇത്രയും പേർ, ഇതിലും അധികം അമ്മമാരും സഹോദരിമാരും താഴെ ഇരിക്കുന്നുണ്ട്. ഞാൻ വരുമ്പോ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ സൈൻ എന്ന ഈ ഒരു ഉദ്യമം കഴിഞ്ഞ 3-4 വർഷം ആയിട്ട് തുടങ്ങിയതാണ്. ഈ ഒരു സൈൻ എന്ന് പറഞ്ഞ ഈ ഒരു സംഘടന അല്ലെങ്കിൽ ഈ ഒരു ഉദ്യമം, അതിന്റെ ഫലപ്രാപ്തി ഉണ്ടാകും എന്ന് എനിക്ക് വലിയൊരു പ്രതീക്ഷയുണ്ട്. ഇവിടെ അധ്യക്ഷത വഹിച്ച മഹല്ല് പ്രസിഡന്റ്, നമ്മുടെ ഏറ്റവും ആദരണീയനായ മുഹമ്മദ് മുസ്ലിയാർ അവർ, അതുപോലെ ഇവിടെ ഉദ്ഘാടനം ചെയ്ത തിരൂർ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടറായ ശ്രീ KJ ജിനേഷ് സർ അവർ, വേദിയിരിക്കുന്ന ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയായ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ. ഞങ്ങൾ പലപ്പോഴും പല വേദികളിൽ ഒന്നിച്ചിരുന്നിട്ടുണ്ട്. ലഹരിക്കെതിരെയുള്ള പ്രവർത്തനത്തിൽ വളരെ ശക്തമായ നിലപാടെടുക്കുന്ന ഒരു ജനപ്രതിനിധി കൂടിയാണ് അദ്ദേഹം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർ ആവുന്നതിന് മുൻപേ വാർഡ് പഞ്ചായത്ത് മെമ്പർ ആയിരുന്ന കാലത്തും ഞങ്ങൾ പലപ്പോഴും പരസ്പരം ഈ കാര്യവുമായിട്ട് മുന്നോട്ട് പോകാറുണ്ട്. വളരെ രാത്രിയായിട്ട് പോലും, വളരെ വൈകിയ സമയത്ത് പോലും എന്നെ വിളിച്ച് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, രക്ഷപ്പെടുത്തിയെടുക്കണം, ഇങ്ങനെ കുട്ടികൾ അതിലേക്ക് പോയാൽ ശരിയാവില്ല, നിങ്ങളുടെ ഇടപെടലുകൾ ഉണ്ടാവണം എന്ന് കണ്ട മാത്രയിൽ ഞങ്ങളെ വിളിച്ച് അറിയിക്കുന്ന ഒരു ജനപ്രതിനിധി കൂടിയാണ്. വേദിയിലിരിക്കുന്ന മറ്റെല്ലാവരും, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, നമ്മുടെ ഖത്തീബ് അദ്ദേഹം ആണ്, എനിക്ക് തോന്നുന്നു അദ്ദേഹമായിരിക്കാം ഈ സൈൻ എന്ന് പറഞ്ഞ ഈ ഒരു സംവിധാനത്തിന്റെ ഒരു അദ്ദേഹത്തിന്റെ ഒരു വലിയ കരങ്ങൾ അതിലുണ്ട്. വേദിയിലിരിക്കുന്നവരും എന്റെ മുന്നിലിരിക്കുന്നവരും എല്ലാവരും വിശിഷ്ട വ്യക്തികളാണ്. ഇവിടെ കാണുന്ന പ്രത്യേകത കൊച്ചു കുട്ടികൾ, വിദ്യാർത്ഥികൾ തൊട്ട് മുതിർന്ന കാരണവന്മാർ വരെ, അമ്മമാരായിക്കോട്ടെ സഹോദരിമാരായിക്കോട്ടെ, എല്ലാവരും എന്റെ മുന്നിലുണ്ട്. ഞാൻ പറയാലോ, വളരെ കുറച്ച് സമയം നമുക്കുള്ളൂ. ആ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ ഒരു വലിയ വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ സൈൻ എന്ന് പറഞ്ഞ ഈ ഒരു സംവിധാനം, അതിന്റെ ഒരു പേര് തന്നെ ഞാനിങ്ങനെ എന്റെ മനസ്സിലിട്ടിട്ട് ഇങ്ങനെ വിശകലനം ചെയ്യായിരുന്നു. ഇവിടെ ഇരിക്കുന്ന മക്കളോട്, കുട്ടികളോട്, വിദ്യാർത്ഥികളോട് എനിക്ക് അങ്ങനെയുള്ള ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. നിങ്ങൾ പഠിക്കുന്നവരാണ് അല്ലെ? പഠിക്കുന്നവരാണ്, നല്ലവരാണ്, നല്ല മക്കളാണ്. എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? ജോലി കിട്ടാൻ, ജോലി കിട്ടാൻ അല്ലെ? അതെ, പഠിക്കാൻ. അതെന്നെയാണ് നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് നിങ്ങളെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് എന്നൊക്കെ പറയുമെങ്കിലും വളരെ ലളിതമായ 3 സ്വപ്നങ്ങളേ ഉള്ളൂ. മോനോട് കൂടി പറയാം, വളരെ ലളിതമായ 3 സ്വപ്നങ്ങൾ. ഒന്ന്, നിങ്ങൾ നന്നായി പഠിക്കണം. അതന്നെയാണ്, നന്നായി പഠിക്കണം. 2, നിങ്ങൾ വഴി പിഴയ്ക്കാതെ വളരണം. രക്ഷിതാക്കളെ അതല്ലേ നമ്മുടെ സ്വപ്നം? അവർ നന്നായി പഠിക്കണം, വഴി പിഴയ്ക്കാതെ വളരണം. 3ാമത്തെ സ്വപ്നം, നിങ്ങൾക്ക് ജീവിക്കാൻ നല്ലൊരു ജോലി, നല്ലൊരു തൊഴിലിടങ്ങൾ ഒരു അവസ്ഥയിൽ നിങ്ങൾ എത്തണം. 3 കിനാവുകളാണ് ഇവരെ കുറിച്ച് നമുക്കുള്ളൂ. നിങ്ങളെ കുറിച്ച് അത് തന്നെയുള്ളൂ. ആ പഠിക്കുന്നത് ജോലി കിട്ടാനാണ് എന്ന് പറയുമ്പോൾ അറിവ് വേണം അല്ലെ? അറിവ് വേണ്ടേ? അറിവ് വേണ്ടേ? പരീക്ഷയ്ക്ക് A+ വേണ്ടേ? വേണം. A+ വേണം, വേണ്ടേ? വേണം. അറിവ് വേണം. പക്ഷെ അറിവ് മാത്രം മതിയോ? പോരാ. അറിവുള്ള മക്കളാണ് നിങ്ങൾ. ഒരു ചെറിയ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറയൂ. ഞാൻ ഇപ്പൊ വരുമ്പോ എന്റെ കാറിൽ ഞാൻ കേട്ടുകൊണ്ടിരുന്ന ഒരു പ്രസംഗം, അത് GS പ്രദീപ് എന്ന് പറഞ്ഞ ഒരു വലിയ മനുഷ്യനുണ്ട്.
അറിവിന്റെ നിറകുടമാണ്, വലിയ പ്രാസംഗികനാണ്, മോട്ടിവേഷൻ സ്പീക്കറാണ് GS പ്രദീപ് സാർ. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഞാൻ കേൾക്കുകയാണ്, അതിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നിങ്ങളെ പോലത്തെ കുട്ടികളോട് ചോദിക്കുകയാണ്, ഗാന്ധിജി ജനിച്ചത് എന്നാണ് അറിയോ? ആ ഡേറ്റിലേക്ക് ഇനി 3 ദിവസമേ ഉള്ളൂ. എന്നാണ് അറിയണ്ടേ നമുക്ക്? ഒക്ടോബർ 2. ഓക്കെ, ഏതാണ് വർഷം എന്ന് അറിയോ? ഇല്ല, എല്ലാവർക്കും അറിയണമെന്നില്ല, എന്നാലും അറിയണം, നമ്മൾ പഠിക്കേണ്ടതാണ്. 1869 ഒക്ടോബർ 2 ഗാന്ധിജി ജനിക്കുന്നത്. നമ്മൾ പഠിച്ചതാണ്, അറിവാണ് അല്ലെ? അറിവാണ്, ചരിത്രം. എവിടെയാണ് ജനിച്ചത്? ചിലപ്പോൾ നിങ്ങൾ പറയും, ഗുജറാത്തിലെ പോർബന്തറിലാണ് ഗാന്ധിജി ജനിച്ചത്. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിലാണ് ഗാന്ധിജി ജനിച്ചത് എന്നത് അറിവാണ്, അത് നമുക്ക് വേണം. പക്ഷേ അദ്ദേഹം ആ പ്രസംഗത്തിൽ പറഞ്ഞത് അതുപോലെ ഞാൻ പറയാണ്, അങ്കിള് പറയാണ് നിങ്ങളോട്, ഗാന്ധിജി ജനിച്ചത് 1869 അല്ല, ഒക്ടോബർ 2 ഗുജറാത്തിലല്ല, പോർബന്തറിൽ അല്ലേ അല്ല. അപ്പൊ നിങ്ങൾ കരുതും ഈ അങ്കിള് എന്ത് പൊട്ടന? അതിൽ ഗാന്ധിജി ജനിച്ചത് 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിലല്ല. ഗാന്ധിജി ജനിക്കുന്നത് 1893 ജൂൺ 8 ഇതിന്റെ അറിവ് ഓർമ്മയെന്ന് പറയും, ജൂൺ 8 1893 ജൂൺ 8 ഇതുപോലെയുള്ള ഒരു രാത്രി, ഇതുപോലെയല്ല, ഇതിലും വ്യത്യസ്തമായ ആ രാത്രിയെ വ്യത്യസ്തമാക്കിയത് അന്ന് കനത്ത മഴയും കാറ്റും കോളും ഇടിയും മിന്നലും ഒക്കെ ഉള്ള ഒരു രാത്രിയായിരുന്നു. അങ്ങനത്തെ ഒരു രാത്രിയിലാണ് ഗാന്ധിജി ജനിക്കുന്നത്. 1893 ജൂൺ 8 ദക്ഷിണാഫ്രിക്കയിലെ പീറ്റർ പരീസ് ബർഗ് എന്ന് പറഞ്ഞ ഒരു റെയിൽവേ സ്റ്റേഷനിൽ 1ാം ക്ലാസ് കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യാനുള്ള റെയിൽവേ ടിക്കറ്റ് കൈവശം ഉണ്ടായിരുന്നിട്ടും, കേട്ടോ, ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യാനുള്ള റെയിൽവേ ടിക്കറ്റ് കൈവശമുണ്ട്, എന്നിട്ടും കറുത്തുപോയി എന്ന ഒറ്റ കാരണത്താൽ ഒരു കറുത്ത വർഗക്കാരനെ ഒരു വെള്ളക്കാരൻ തന്റെ ഇടങ്കാൽ കൊണ്ട് ചവിട്ടി ആ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് തെറിപ്പിച്ച ആ നിമിഷം അവിടെ വെച്ച് അത് കാണുന്ന ഒരു ചെറുപ്പക്കാരൻ, 24-25 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ, നിറത്തിന്റെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ ഒരു മനുഷ്യനും പീഡിപ്പിക്കപ്പെടരുത്, മാറ്റി നിർത്തപ്പെടരുത്. അത് നേരിട്ട് കാണുമ്പോ അതിനെതിരെ പ്രവർത്തിക്കാൻ ഉറച്ചതും ഉറപ്പിച്ചതുമാണ് എന്റെ ജീവിതം എന്ന് ഒരു സാധാരണ ചെറുപ്പക്കാരൻ, മോഹൻദാസ് കരംചന്ദ് എന്ന് പേരുള്ള ഒരു ചെറുപ്പക്കാരൻ എപ്പോഴാണോ ആ തീരുമാനമെടുത്തത്, അപ്പോ അവിടെ വെച്ചാണ് ഗാന്ധിജി ജനിക്കുന്നത്. അത് അറിവാണോ മക്കളെ? അല്ല. അത് എഴുതി വെച്ചാൽ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല. അറിവ് നമുക്ക് വേണം, പരീക്ഷയ്ക്ക് A+ നമുക്ക് വേണം. പക്ഷേ ഞാൻ ഇപ്പൊ പറഞ്ഞ അറിവിന്റെ പേര് തിരിച്ചറിവ് എന്നാണ്. ഒരു സാധാരണ മനുഷ്യനിൽ നിന്ന് ഒരു ഗാന്ധിജിയിലേക്ക്, ലോകം അറിയുന്ന ഒരു മഹാപുരുഷനിലേക്ക് ഒരു മനുഷ്യനെ മാറ്റിയ ആ അറിവ്, അതിന് തിരിച്ചറിവ് എന്നാണ് പറയുക. നമ്മൾ പഠിക്കുന്ന പാഠങ്ങളിൽ നമ്മൾ തിരിച്ചറിയേണ്ട അറിവാണ്. ആ തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ ഒരു മക്കളും മോശമായ ഒരു വഴികളിലേക്ക് പോവില്ല. അതാണ് സൈൻ എന്ന് പറഞ്ഞ ഈ ഒരു പേരിലൂടെ ഞാൻ കൂട്ടിച്ചേർക്കുന്നത്. ചെയ്യുക, അതിന്റെ അതിന്റെ അടയാളം ചെയ്യുക. ഒരു മോഹൻദാസ് കരംചന്ദ് എന്ന പേരിൽ ഒരു സാധാരണ മനുഷ്യന് സഹജീവിയുടെ ഒപ്പമുള്ള ഒരു മനുഷ്യന്റെ വേദന ഏറ്റെടുക്കാൻ എപ്പോഴാണ് കഴിഞ്ഞത്? അദ്ദേഹം അപ്പൊ അത് അടയാളം ചെയ്തു. അതുകൊണ്ടാണ് ലോകത്തിന്റെ മനസ്സിൽ ഗാന്ധിജി ഗാന്ധിജിയായിട്ട് അറിയപ്പെടുന്നത്, അല്ലെ? അതുകൊണ്ട് തന്നെ ഈ സൈൻ എന്ന് പറഞ്ഞ ഈ ഒരു മഹല് നടത്തുന്ന ഈ വലിയ സംവിധാനത്തിന് എന്റെ ഹൃദയം നിറഞ്ഞ ഭാവുകങ്ങൾ ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ആ വിഷയത്തിലേക്ക് കിടക്കുമ്പോ ഇവിടെ താഴെ ഇരിക്കുന്ന അമ്മമാരത് കാണുന്നുണ്ടല്ലോ, അവരെയാണ് ഞാൻ അഭിസംബോധന ചെയ്യുന്നത്. കാരണം ഞാൻ ഇങ്ങോട്ട് പോരുമ്പോഴും, ഞാൻ ഇറങ്ങി പോരുമ്പോഴും, സന്ധ്യക്ക് രാത്രി ഇട്ടായിട്ടാണ് ഇറങ്ങി പോരുന്നത്. ആ ഇറങ്ങി പോരുമ്പോഴും മോനെ നോക്കാനുണ്ടാ, ശ്രദ്ധിക്കാനുണ്ട് എന്റെ കുട്ടി. ഒരു പോലീസ് യൂണിഫോം ഇട്ട് മറ്റുള്ളവർക്ക് സംരക്ഷണം കൊടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായിട്ട് പോലും ഞാൻ ഇറങ്ങി വരുമ്പോ എന്റെ അമ്മ പറയണം, മോനെ എന്റെ കുട്ടി ശ്രദ്ധിക്കാനുണ്ടാ. അതാണ് അമ്മ, അതാണ് അമ്മ, അല്ലേ? അതാണ് അമ്മ. ഞാനൊരു പ്രസംഗത്തിൽ കേട്ടിട്ടുണ്ട്, അതില് നമ്മുടെ
ഏറ്റവും ബഹുമാനപ്പെട്ട MP ഇപ്പൊ MLA അബ്ദുൽ സമദ് സമദാനി സാഹിബിന്റെ പ്രസംഗമാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. അത് എത്ര ഓർമ്മപ്പെടുത്താനും മതിയാവില്ല, എന്നാലും ഞാൻ ഓർമ്മപ്പെടുത്താണ്. ആ പ്രസംഗത്തിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, പ്രവാചകൻ തിരുമേനിയോട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തോട് ഒരു ശിഷ്യൻ ചോദിക്കുന്ന ഒരു ചോദ്യം, അല്ലയോ പ്രവാചക, ഈ ലോകത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി കാണിക്കേണ്ടത് ആരോടാ? പ്രവാചകൻ തിരുമേനിക്ക് ഒറ്റ ഉത്തരമേ ഉണ്ടായുള്ളൂ. ആ ഉത്തരം പറയാൻ ഒരു താമസവും ഉണ്ടായില്ല. പ്രവാചകൻ തിരുമേനി അരുൾ ചെയ്തു, ഈ ലോകത്ത് നീ ഏറ്റവും കൂടുതൽ നന്ദി കാണിക്കേണ്ടത് നിന്റെ മാതാവിനോടാണ്. രണ്ടാമത് ചോദിക്കുന്നു, ഒന്നാമത് മാതാവല്ലേ, അപ്പൊ രണ്ടാമത് അടുത്തത് നിന്റെ മാതാവിനോട്. വീണ്ടും ഉത്തരം നിങ്ങളുടെ മാതാവ്. മൂന്നാമത് ചോദിക്കുന്നു, അടുത്തത് ആരോടാ? നിങ്ങളുടെ മാതാവിനോട്. നാലാമത് ചോദിച്ചപ്പോൾ പറയണേ, അപ്പൊ മാത്രമാണ് പറയുന്നത് നിങ്ങളുടെ പിതാവിനോട്. 1, 2, 3 സ്ഥാനം മാതാവിന് പോകുമ്പോ പിതാവ് പോലും 4ാം സ്ഥാനത്തേക്ക് മാറ്റപ്പെടുന്ന, വർണ്ണിക്കാനോ വിവരിക്കാനോ കഴിയാത്ത സുഹൃതം എന്നാണ് അമ്മയെ കുറിച്ച് നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട അബ്ദുൽ സമദ് സമദാനി സാഹിബ് അവിടെ ആ പ്രസംഗത്തിൽ പറഞ്ഞത്. അതാണ് അമ്മ. GS സുദീപ് സാറിന്റെ പ്രസംഗത്തിന് ഞാൻ കേട്ടു. അതില് പാരീസിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു ഡോക്ടർ, ഞാൻ അമ്മയെ കുറിച്ച് പറഞ്ഞ വിഷയത്തിൽ കിടക്കാം, കുറച്ച് സമയം നമുക്കുള്ളൂ, അപ്പോൾ അത് പറയാതെ കൊണ്ടാ. പാരീസിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു ഡോക്ടറാണ്, ഏറ്റവും വലിയ സർജനാണ്. ലോകത്തിലെ മറ്റ് മെഡിക്കൽ വിദ്യാർത്ഥികൾക്കൊക്കെ മാതൃകയാകുന്ന, അവർക്ക് പുതിയ പാഠങ്ങൾ, സർജറിയുടെ ഓപ്പറേഷൻ ചെയ്യണ പുതിയ മെത്തേഡുകൾ പറഞ്ഞു കൊടുക്കുന്ന, ലോകത്തിലെ തന്നെ പേര് കേട്ട ഒരു സർജൻ, ഡോക്ടർ സ്മിത്ത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ലണ്ടനിൽ വെച്ച് നടക്കുന്ന ഒരു മെഡിക്കൽ കോൺഫറൻസിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരു ദിവസം പോവുകയാണ്. അദ്ദേഹത്തിന് ക്ഷണം കിട്ടി. പ്രസംഗിക്കാൻ വരുന്നത് അദ്ദേഹമാണെന്ന് അറിഞ്ഞപ്പോ ആയിരക്കണക്കിന് ആൾക്കാർ, ലോകത്തിന്റെ 4 ഭാഗത്തു നിന്നും ആയിരക്കണക്കിന് ആൾക്കാർ സ്മിത്ത് ഡോക്ടറുടെ ആ പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ട് അവിടെ ടിക്കറ്റ് എടുത്ത് അവിടെ കാത്തു നിൽക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു. ഫ്ലൈറ്റ് പോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങി കാറിലേക്ക് കയറുമ്പോഴാണ് ഒരു വിളി വരുന്നത്. ആ വിളി ഫ്രഞ്ച് പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്നാണ്. പ്രസിഡന്റിന്റെ ഓഫീസിൽ വിളി വരിക. പ്രസിഡന്റിന് PA വിളിച്ചിട്ട് പറഞ്ഞു, ഡോക്ടർ ഒന്ന് കണക്ട് ചെയ്യും. പ്രസിഡന്റ് പറഞ്ഞു, ബഹുമാനപ്പെട്ട ഡോക്ടർ, അങ്ങ് തിരക്കിലാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എന്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾക്ക് അത്യാവശ്യമായി ഒരു സർജറി, ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കണമെങ്കിൽ അത് താങ്കൾക്ക് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് താങ്കൾ ആ ഒരു സർജറി താങ്കൾ തന്നെ അത് ചെയ്യണം. വിമാനത്തിൽ പോകാൻ വേണ്ടി ഇറങ്ങിയല്ലേ, പക്ഷെ പ്രസിഡന്റാണ് വിളിക്കണേ. ഇങ്ങനെ കേൾക്കാതിരിക്കും. അതിനപ്പുറത്ത് ഒരു ഡോക്ടർ എന്ന നിലയിൽ ഒരു എത്തിക്സ് ഉണ്ട്. ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷപ്പെടുത്തുക എന്നതാണ് അവരുടെ പ്രഥമമായ ലക്ഷ്യം. അതുകൊണ്ട് അദ്ദേഹം ആ ഒരു സർജറിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ പോകണു. ആ സർജറി മണിക്കൂറുകൾ നീണ്ട സർജറി നടത്തുന്നു. അതിലൂടെ ആ രോഗി രക്ഷപ്പെടുന്നു. അതിനുശേഷം വളരെ ബുദ്ധിമുട്ട്, കാരണം കുറച്ച് സമയം കൂടിയിട്ട് ഫ്ലൈറ്റിൽ പോവാൻ ഒരു കാറെടുത്ത് എയർപോർട്ടിലേക്ക് പറന്നു ചെല്ലുകയാണ്. പറന്നു ചെന്ന് അവിടെ എത്തിയപ്പോഴാണ് 5 മിനിറ്റ് മുന്നേ വിമാനം പോയി. അദ്ദേഹത്തിന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ട ആ കോൺഫറൻസിന് എനിക്ക് പോകാൻ പറ്റില്ല. അദ്ദേഹം അവിടെ ഒരു റൂം എടുത്ത് താമസിച്ചു. പക്ഷേ പിറ്റേ ദിവസം അതിരാവിലെ ഒരു ഡൊമസ്റ്റിക് അടുത്ത് മാത്രം പോകുന്ന ഒരു ഫ്ലൈറ്റിൽ അദ്ദേഹം മാഞ്ചസ്റ്റർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് ഒരു ടിക്കറ്റ് എടുക്കുന്നു. ആരോ പറഞ്ഞു മാഞ്ചസ്റ്ററിൽ രാവിലെ എത്തിക്കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ യാത്ര ഫ്ലൈറ്റിൽ മാഞ്ചസ്റ്ററിലേക്ക് അവിടെ എത്തി ഒരു ടാക്സി വിളിച്ചാൽ 5-6 മണിക്കൂർ കൊണ്ട് ലണ്ടനിൽ എത്താം. അപ്പോ ആ കോൺഫറൻസ് കഴിയുന്നതിന് തൊട്ട് മുമ്പായിട്ട് അങ്ങേക്ക് അവിടെ എന്താണൊരു സാധ്യതയുണ്ട് എന്നൊരു പ്രതീക്ഷ കിട്ടിയപ്പോ അദ്ദേഹം മാഞ്ചസ്റ്ററിലേക്ക് ചെല്ലുന്നു. രാവിലെ പുലർച്ചെ അവിടെ എത്തി അവിടുന്ന് ഒരു ടാക്സി വിളിക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് അടുത്ത പ്രതിബന്ധം മുന്നിൽ വന്ന് വീണിരിക്കുന്നത്. അന്ന് ആ പ്രദേശം മുഴുവൻ ടാക്സി സമരമാണ്. വീണ്ടും പ്രതീക്ഷ നഷ്ടപ്പെട്ടു. അയ്യോ, പോകാൻ സാധിക്കില്ലല്ലോ, മടങ്ങി പോകണം എന്ന് കരുതി ആരും വിഷമിച്ചിരിക്കുമ്പോഴാണ് ആരും പറഞ്ഞത് ടാക്സി സമരമായിക്കോട്ടെ, അതിനെന്താ, ഇവിടെ അങ്ങനെ രേഖകൾ കാണിച്ചു കൊടുത്താൽ ഇവിടെ റെന്റേ കാറുകൾ കിട്ടും. എത്രയോ വർഷം മുമ്പാണ് റെന്റേ കാറുകൾ കിട്ടും. പക്ഷെ അന്ന് തന്നെ ഓടിച്ചു പോകണം, ഡ്രൈവർ ഉണ്ടാവില്ല. എന്നാലും വേണ്ടില്ല, 5-8 മണിക്കൂർ ഓടിച്ചാൽ പോലെ, ഡ്രൈവ് ചെയ്താൽ പോലെ, എങ്കിലും അവർ പങ്കെടുക്കാമല്ലോ എന്ന് കരുതി അദ്ദേഹം ആ ഒരു റെന്റേ കാർ സംഘടിപ്പിക്കുന്നു. അതിൽ യാത്ര തുടരുന്നു. 3-4 മണിക്കൂർ യാത്ര ചെയ്തു. ആ സമയത്ത് കടുത്ത മഴ വന്നു. കാറ്റും മഴയും റോഡ് കാണാതായി. അങ്ങനെ അന്ന് ഗൂഗിൾ മാപ്പോ മറ്റുള്ള സംവിധാനം GPS സംവിധാനങ്ങളൊന്നുമില്ല. അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുമ്പോ ഈ കാറ്റിലെ അകപ്പെട്ട് ഒരു സൈൻ ബോർഡ്, നമ്മള് ഇവിടുന്ന് തിരുനാവായ, ഇവിടുന്ന് തിരൂര് വീക്കങ്ങാടി എന്ന് ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ള സൈൻ ബോർഡ് കണ്ടില്ലേ റോഡില്? ഈ റോഡ് കാറ്റടിച്ച് തിരിഞ്ഞു പോയപ്പോ അങ്ങോട്ട് പോകേണ്ട റോഡ് ഇങ്ങോട്ടാണ് കാണിച്ചിരിക്കുന്നത്. അദ്ദേഹം വഴി തെറ്റി സഞ്ചരിച്ചു. 3-4 മണിക്കൂർ ആ റോഡിലൂടെ വഴി തെറ്റി
പോയി. അത് വഴിതെറ്റിയുടെ കൂടെ അദ്ദേഹത്തിന് അറിയില്ല. അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കടുത്ത മഴയാണ്, ഇവിടുത്തെ പോലത്തെ മഴയല്ല. അവിടെ ആലിപ്പഴം, മഞ്ഞും ആലിപ്പഴവും കൂടി വീഴും. കാറിലേക്ക് വീണ് കാറ് ഓടിക്കാൻ പറ്റാത്ത, കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥയിലായി. അപ്പോഴാണ് ഒരു വീടിൽ ഒരു ചെറിയ വെളിച്ചം കണ്ടത്. നേരെ വണ്ടി കൊണ്ടുപോയി സൈഡാക്കി. ആ വെളിച്ചമുള്ള വീട്ടിലേക്ക് ചെന്നിട്ട് കോളിംഗ് ബെൽ അടിച്ചു. ഒരു സ്ത്രീ ഓടി വാതിൽ തുറന്നു. സ്ത്രീയോട് പറഞ്ഞു, ഞാൻ യാത്ര ചെയ്തു പോകുന്ന ഒരു യാത്രക്കാരനാണ്, എനിക്ക് കണ്ണ് കാണുന്നില്ല, അതുകൊണ്ട് എന്റെ ഗ്ലാസ് ഒന്ന് കഴുകി വൃത്തിയാക്കാനുള്ള ഒരു സൗകര്യം എനിക്ക് ചെയ്തു തരണം, ഒരു ഇത്തിരി നേരം വിശ്രമിക്കാനും എനിക്ക് ഒരു സാഹചര്യം ഒരുക്കണം എന്ന് പറഞ്ഞപ്പോ അങ്ങ് കയറി ഇരിക്കൂ എന്ന് പറഞ്ഞ് ചായയോ വെള്ളമോ എന്തോ ആ സ്ത്രീ കൊടുത്തു. അതിനിടയിൽ ആ സ്ത്രീ പറഞ്ഞു, ഒരു മിനിറ്റ്, സോറി എന്നോട് ക്ഷമിക്കണം, ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞ് അകത്തേക്ക് ഓടിപ്പോകുന്നു. അകത്തേക്ക് ഓടിപ്പോകുമ്പോൾ അദ്ദേഹം ശ്രദ്ധിച്ചു. അകത്തേക്ക് പോയിട്ട് ഒരു പ്രത്യേക സ്ഥലത്ത് പോയിട്ട്, ഒരു പ്രാർത്ഥന ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്. അവര് പൊട്ടിക്കരയാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്തെല്ലോ പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെയും ഓടി ഇറങ്ങി വന്നു. ചോദിച്ചു, ഞാൻ എന്താ ചെയ്യേണ്ടത്? അങ്ങ് വിശ്രമിച്ചോളൂ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം വിശ്രമിക്കുകയാണ്. അങ്ങ് എവിടേക്കാണ് പോണേ? ഞാൻ ലണ്ടനിലേക്കാണ്. അയ്യോ, ലണ്ടനിലേക്ക് എങ്ങനെയാ ഈ വഴിക്ക് വന്നേ? അന്ന് ഒരു എന്റെ അറിവനുസരിച്ച് 3-3.5 മണിക്കൂർ മുമ്പ് അന്ന് വഴി തെറ്റിയിരിക്കുന്നു. 100-120 കിലോമീറ്റർ അപ്പുറത്ത് വെച്ച് വഴി പിഴച്ചിരിക്കുന്നു. അതുകൊണ്ട് അങ്ങേക്ക് ഇനി ഒരിക്കലും ലണ്ടനിൽ എത്താൻ സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വലിയ സങ്കടമായി. അതിനിടയിൽ ആ സ്ത്രീ പറഞ്ഞു, ഒരു മിനിറ്റ്, ഒന്നുകൂടി ശ്രമിക്കണേ എന്ന് പറഞ്ഞ് വീണ്ടും അകത്തേക്ക് കൊടുന്നു. അവിടെ പോയിട്ട് ഹൃദയം കൊട്ടുമാറ് പ്രാർത്ഥിക്കുന്നു. എന്താണ് പ്രാർത്ഥിക്കുന്നത്? കരഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. എന്തായാലും ആ പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങി വന്നപ്പോ അദ്ദേഹം പറഞ്ഞു, ഏതായാലും ഞാൻ തിരിച്ചു പോവാണ്, ഇനിയിപ്പോ എനിക്ക് ലണ്ടനിലേക്ക് പോകുന്ന എന്റെ ആഗ്രഹം നടക്കില്ല, തിരിച്ചു പോവാണെന്ന് പറഞ്ഞു. അദ്ദേഹം വന്ന് കാറിൽ കയറി. കാറിൽ തിരിച്ച് പോകാൻ നേരത്തെ അദ്ദേഹം പെട്ടെന്ന് ചിന്തിച്ചു, അയ്യോ, എനിക്ക് അഭയം തന്ന ഒരു സ്ത്രീയാണ്, അവർ എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചത്? പ്രാർത്ഥിക്കുകയാണല്ലോ, എന്താണ് അതിന് കാരണം? അന്വേഷിക്കട്ടെ. ചിലപ്പോ എന്തെങ്കിലും സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടാവുമോ? ഞാൻ സഹായിക്കട്ടെ, എന്നെ സഹായിച്ച സ്ത്രീയല്ലേ, അത് അന്വേഷിക്കണം എന്ന് കരുതി തിരിച്ചു വന്നു. അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഹൃദയം പൊട്ടുമാറി ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നത്? എന്താണ് നിങ്ങൾക്ക്, എന്താണ് നിങ്ങളുടെ വിഷമം എന്ന് പറഞ്ഞപ്പോ ആ സ്ത്രീ ഡോക്ടർ സ്മിത്ത് ആണെന്നൊന്നും അവർക്ക് അറിയില്ല, ആരാണെന്ന് പോലും അറിയില്ല, ഡോക്ടറാണെന്ന് പോലും അറിയില്ല. കൈ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി ആ മുറിക്കകത്തേക്ക് ചൂണ്ടിക്കാണിച്ചു. ആ കിടക്കുന്നത് എന്റെ മോളാണ്, 13 വയസ്സേ ഉള്ളൂ. അവളെ അപകടത്തിൽപ്പെട്ട് അവൾക്ക് അരയ്ക്കുന്ന താഴെ, അവൾക്ക് ചലനമില്ല. എന്റെ മോള് ഇവിടെയുള്ള എല്ലാ ഡോക്ടർമാരും എല്ലാ ചികിത്സയും അവൾക്ക് കൊടുത്തു. ഇനി അവൾ രക്ഷപ്പെടില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇനി ഒരു ചാൻസും ഇല്ല. അവൾക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇനി അവളെ രക്ഷപ്പെടുത്തണമെങ്കിൽ അങ്ങ് ദൂരെ പാരീസിൽ ഒരു ഡോക്ടർ ഉണ്ടത്രേ, ഡോക്ടർ സ്മിത്ത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം വിചാരിച്ചാലേ ഇനി രക്ഷപ്പെടുമെങ്കിൽ, അദ്ദേഹം വിചാരിച്ചാലേ ഇനി രക്ഷപ്പെടൂ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. പക്ഷെ എന്നെ പോലത്തെ ഒരു പാവപ്പെട്ട സ്ത്രീക്ക് ഇത്ര ദൂരെ പോകാനോ ഡോക്ടർ സ്മിത്തിന്റെ ചികിത്സ മേടിക്കാനോ എനിക്ക് സാധിക്കില്ല. അതുകൊണ്ട് രക്ഷപ്പെടാത്ത എന്റെ മോൾക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ പിന്നീട് സ്മിത്ത് പറയുന്നത്, ആ കുട്ടിയെ ഡോക്ടർ ഒരു ചെലവുമില്ലാതെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ആ ഡോക്ടർ ചെലവിൽ ആ കുട്ടിയെ സർജറി നടത്തുന്നു, ചികിത്സിക്കുന്നു. ആ കുട്ടി രക്ഷപ്പെട്ടു പിന്നീട് വലിയൊരു അത്ലറ്റായി മാറുന്നു. ആ വിഷയമൊക്കെ അവിടെ കിടക്കട്ടെ. അതൊക്കെ കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞ് ആത്മകഥ എഴുതുമ്പോൾ ഡോക്ടർ സ്മിത്ത് അപ്പൊ പറയാണ്, എങ്കിലും അന്ന് ആ കുട്ടി രക്ഷപ്പെട്ടത് എന്തുകൊണ്ടാണ്? ആ രക്ഷപ്പെടുത്തിയ ആ ഒരു പ്രതിഭാസത്തിന്റെ പേരാണ് ദൈവം എന്നാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. അദ്ദേഹം എഴുതിയിരിക്കുകയാണ് ദൈവം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അല്ല, ദൈവമല്ല, എന്റെ കഴിവാണ്, ഞാനൊരു ഡോക്ടർ, എന്റെ എക്സ്പീരിയൻസ്, എന്റെ പരിചയം, അതുകൊണ്ട് മാത്രമാണ് ആ കുട്ടി രക്ഷപ്പെടുത്തത്. അപ്പോഴും വീണ്ടും തിരിച്ചു ചോദിക്കുന്നു, എങ്കിലും ലണ്ടനിലേക്ക് പോകേണ്ട എനിക്ക് ഫ്ലൈറ്റ് മിസ്സാവുന്നു. ചെറിയ ഫ്ലൈറ്റ് അടുത്ത സ്ഥലത്ത് ചെല്ലുന്നു, ഒരു പ്രതീക്ഷ. അപ്പോഴാണ് അവിടെ ടാക്സി സമരം വീണ്ടും പ്രതിബന്ധം. അപ്പോൾ വീണ്ടും പ്രതീക്ഷ കിട്ടുന്നു. അവിടെ റെന്റേക്കാർ കിട്ടുന്നു. ആ റെന്റേക്കാർ വീണ്ടും കണ്ണ് കാണാതെ വണ്ടി നിർത്തേണ്ടി വരുന്നു. അതേ ആ വീടിന്റെ മുന്നിൽ തന്നെ അറിയാതെ ചെന്ന് കാർ നിർത്തുന്നു. ഇതേ വീടിന്റെ മുന്നിൽ ഞാൻ എത്തിപ്പെടുന്നു. ഇതിനൊക്കെ സാഹചര്യം ഇങ്ങനെയൊക്കെ വരാൻ എന്താണ് കാരണം? അങ്ങനെ സംഭവിക്കാൻ എന്താണ് കാരണം എന്ന് പറയുമ്പോ ആ കാരണത്തിന്റെ പേരാണ് പേരാണ് ദൈവമെങ്കിൽ ആ ദൈവത്തിന്റെ അദൃശ്യകരങ്ങൾ ആ ഒരു മനുഷ്യനിലേക്ക് എത്തിച്ച ആ പ്രാർത്ഥനയുടെ പേരാണ് അമ്മ അല്ലെങ്കിൽ ഉമ്മ. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പേർക്കും ആ ഉമ്മയുടെ പ്രാർത്ഥന ഉള്ളത് കൊണ്ടാണ് നമ്മൾ എണീറ്റ് നടക്കണേ. മുസാനബിയോട് ഒന്ന് വീഴാൻ പോയപ്പോ ഞാൻ കേട്ടിട്ടുണ്ട്, അത് ഒരു പ്രസംഗത്തിനാണ് ഞാൻ കേട്ടത്. നമ്മുടെ ഒരു പ്രസംഗത്തിൽ കേട്ടതാ, മുസാനബി വീഴാൻ പോയ സമയത്ത് പടച്ചോന്റെ
കാര്യത്തിന് വേണ്ടിയിട്ട് പോകുന്ന എന്നെ ഞാൻ വീഴാൻ പോയത് എന്താണ് ഒരു അശരീരി പോലെ കേൾക്കുകയാണ്. മുസ, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ആ പ്രാർത്ഥന നിലച്ചിരിക്കുന്നു. നിന്റെ ഉമ്മ എന്റെ വിളി കേട്ട് എന്നിലേക്ക് മടങ്ങി വന്നിട്ടുണ്ട്. ആ ഉമ്മയുടെ പ്രാർത്ഥന നിലച്ചതാണ് നീ വീഴാൻ പോകാൻ കാരണം എന്ന ഒരു സന്ദർഭം ഉണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അമ്മ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. 9.5 മാസക്കാലം ഇവിടെ ഇരിക്കുന്ന നിങ്ങളും മക്കളും ഞാനും ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ഇവിടുത്തെ ഏറ്റവും കാരണവരായിട്ട് നമ്മൾ ഉസ്താദും അല്ലെ, ഒരു ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് 9.5 മാസക്കാലം കിടന്നവരാണ്. ആ 9.5 മാസക്കാലം നമുക്ക് വേണ്ടതെല്ലാം ഉമ്മ നമുക്ക് തന്നിട്ടുണ്ട്. ഇല്ലേ ഇല്ലേ? തന്നില്ലെന്ന് ആർക്കെയും പരാതിണ്ട? എന്റെ ഉമ്മ എന്നെ വയറ്റിട്ട് പട്ടിണി വിടുന്ന ആർക്കെയും പരാതിണ്ട? ഇല്ലല്ലോ. എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. ഉമ്മയ്ക്ക് തിരിക്കാൻ വയ്യ, നടക്കാൻ വയ്യ, കിടക്കാൻ വയ്യ, ഭക്ഷണം കഴിക്കാൻ വയ്യ, ശരീരം മൊത്തം വേദനയാണ്. ചെറിയ കിടക്ക് വഴിവിട്ട് കുട്ടിക്ക് എന്തെങ്കിലും പറ്റുമോ? മരുന്ന് വഴിവിട്ട് കുട്ടിക്ക് എന്തെങ്കിലും പറ്റുമോ? ആ 9.5 മാസക്കാലം നമ്മുടെ മുഖം പോലും കാണാതെ ഇത് ആണാണോ പെണ്ണാണോ എന്നുപോലും അറിയാതെ നമ്മളെ സ്നേഹിച്ച നമ്മുടെ ഉമ്മ ഈ ഭൂമിയിലേക്ക് പിറന്നു വീണ് ഇപ്പൊ ആകാശം പൊട്ടെ നമ്മൾ വളർന്നു നിൽക്കുന്നു എന്ന് നമ്മൾ അഹങ്കരിക്കുമ്പോഴും നമ്മുടെ ഉമ്മ നമുക്ക് നൽകിയ 9.5 മാസക്കാലത്തെ ജീവത്യാഗത്തിന്റെ ഒരു അടയാളം പടച്ചവൻ ദൈവം നമ്മുടെ ശരീരത്തില് ബാക്കി വെച്ചിട്ടുണ്ട്. പൊക്കിൽ കൂടി അടയാളം ഇല്ലേ? തൊട്ട് നോക്കിയാൽ മതി. ഇവിടെ അടയാളം. ഞാൻ ഉമ്മയെ കുറിച്ച് പറഞ്ഞ എന്തിനാണെന്നറിയോ? ഉമ്മയുടെ പ്രാധാന്യം അതിനെ കുറിച്ച് ഇവിടെ ആർക്കും തർക്കമില്ലല്ലോ, ഒരാൾക്കും തർക്കമില്ലല്ലോ അല്ലെ? ഉമ്മയോട് ഒന്ന് മുഖം ചേർന്നൊരു വാക്ക് പോലും പറയരുതെന്നാ പറഞ്ഞേ, നമ്മളെ പഠിപ്പിച്ചേ. അതവിടെ വെച്ചോളൂ. ഉമ്മ അതാണ് ഉമ്മ, അതവിടെ വെച്ചോളൂ. ഇനി ഞാൻ അടുത്തത് പറയാൻ പോകുന്ന വിഷയത്തിലേക്ക് നീ ഉമ്മയെ ഒന്ന് കണക്ട് ചെയ്ത് അവിടെ നിൽക്കട്ടെ. ഈ കുറ്റിപ്പുറം പാലം കടന്ന് അപ്പുറത്തേക്ക് കടന്ന പൊന്നാനിക്ക് പോണ റോഡുണ്ട്, കണ്ടിട്ടുണ്ട? ആ റോഡിലൂടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ജീപ്പ് ഓടിച്ചിട്ട് ഞാൻ ഇടതുഭാഗത്ത് ഞങ്ങൾ സർക്കിൾ ഇൻസ്പെക്ടർ സാർ CI സാർ ഇരിക്കുന്നുണ്ട്. സാറിന്റെ ഫോൺ എനിക്ക് പെട്ടെന്ന് ഒരു കോൾ വന്നു. ഒരു സ്ത്രീയാണ് വിളിക്കണേ. ഈ സ്ത്രീ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഒന്ന് പെട്ടെന്ന് എന്റെ വീട് വരുന്നു വരണം. അപ്പൊ ഈ സ്ത്രീയുടെ നമ്പർ ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങളുടെ നമ്പർ അവരുടെ കയ്യിലുണ്ട്. അത് ഉണ്ടാവാനുള്ള ഒരു സാഹചര്യം തൊട്ട് മുമ്പുള്ള ദിവസങ്ങൾ ഉണ്ടായിരുന്നു. ആവശ്യത്തേക്ക് വിളിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സ്ത്രീ പറയണമെന്ന് പെട്ടെന്ന് എന്റെ വീട് വരുന്നു, ഓടി വരണം. അപ്പൊ സാറ് ചോദിച്ചു, എന്താ കാര്യം? അതൊന്നും പറയാൻ സമയമില്ല സാറേ, എന്നെ രക്ഷിക്കും സാറേ എന്നൊരു ശബ്ദം കേട്ടു. പിന്നെ ഒരു കരച്ചിലാണ് കേൾക്കുന്നത്. ആ ഫോണ് തെളിക്കുന്ന ഒരു ശബ്ദം കേട്ടു. ഞങ്ങൾ അറിയുന്ന സ്ഥലമായതുകൊണ്ടും ഭാഗ്യവശാൽ ആ പരിസരത്ത് ഞങ്ങൾ ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഞങ്ങൾ കുറെ ദൂരെ ആയിരിക്കാം, ചങ്ങരകുളത്തോ പഴനിയിലോ അല്ലെങ്കിൽ അവിടെ വെളിയൻകോടൊക്കെ ആയിരിക്കാം. പക്ഷെ അന്ന് ആ തൊട്ടടുത്തുള്ളത് കൊണ്ടും ഈ വീട് ഞങ്ങൾക്ക് അറിയുന്നത് കൊണ്ടും 5 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ ആ വീട്ടിലേക്ക് എത്തി. ആ വീട്ടിലേക്ക് ചെല്ലുമ്പോ ഞങ്ങൾ കണ്ട കാഴ്ച കേട്ടോളൂ. ആ സ്ത്രീയും ഒരു ഉമ്മയാണ്. അതാണ്, ആ സ്ത്രീയും ഒരു ഉമ്മയാണ്. ഈ ഉമ്മയുടെ കഴുത്തിന് അവരുടെ മകൻ ഇടത്തെ കൈകൊണ്ട് അവരുടെ മകൻ ഈ ഉമ്മയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് ഈ ഉമ്മയെ തള്ളിക്കൊണ്ടുപോയി ചുവരിനോട് ചാരി നിർത്തി ഇങ്ങനെ കുത്തി പൊന്തിക്കുകയാണ്. ശ്വാസം കിട്ടാതെ ആ പാവപ്പെട്ട സ്ത്രീ അത്ര ഉയരുള്ളൂ. ആ സ്ത്രീ ഇങ്ങനെ പിഴയുന്നുണ്ട്. ഈ മകൻ ഉമ്മയോട് എന്നൊരു വാക്കുപോലും ഉമ്മയോട് ഉരിയാടരുത് എന്ന് പഠിച്ച നമ്മൾ, ആ മകൻ ആ ഉമ്മയോട് പറയുന്ന വാക്കുകൾ കേട്ടാൽ നമ്മൾ പോലും അറച്ചു പോകും, ചെവി പൊത്തി പോകും. അങ്ങനത്തെ വാക്കുകളാണ് പറയണേ. എന്നിട്ട് മറു കൈ ചുരുട്ടിയിട്ട് ഈ ഉമ്മയുടെ അടിവയറിനിട്ട് ഇടിക്കാൻ വേണ്ടി കൈ പുറകോട്ട് എടുക്കുന്ന ആ കാഴ്ച. ഒരു കൈ കൊണ്ട് ഇങ്ങനെ കഴുത്ത് കുത്തിപ്പിടിച്ചിരിക്കുന്നു, മറു കൈ കൊണ്ട് ആ അമ്മയുടെ അടിവയറിനിട്ട് ഇടിക്കാൻ വേണ്ടി കൈ പുറകോട്ട് എടുക്കുന്ന കാഴ്ച കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ ഈ കാഴ്ച കണ്ട പാടെ പെട്ടെന്ന് എന്താണ് കാണുന്നത്, പെട്ടെന്ന് ഒറ്റ പിടി പിടിച്ചതും അവനെ പിടി വിട്ടു. ഒരു പക്ഷേ ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ അവൻ പുറകോട്ടെടുത്ത് അതേ ഫോഴ്സിൽ ആ അമ്മയുടെ അടിവയറിനിട്ട് ആ ഇടി കിട്ടുകയാണെങ്കിൽ അതോടെ ആ ഉമ്മ മരിച്ചു പോയെന്ന് വരാം. അതാണ് അമ്മയെ കുറിച്ച് ഞാൻ പറഞ്ഞേ. ആ ഉമ്മയോട് ആ തരത്തിൽ അവൻ പെരുമാറണമെങ്കിൽ എന്താ കാര്യം? നേരത്തെ നമ്മുടെ ഖത്തീബ് ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞതിന് കാരണം ബോധമില്ലാത്ത ഭ്രാന്ത് പിടിച്ച ഒരു മനുഷ്യനായിരുന്നു അവൻ. എത്ര വയസ്സുള്ള ആളാണെന്ന് അറിയോ? അതുകൂടി പറയണ്ടേ. സ്വന്തം ഉമ്മയെ കൊല്ലാൻ ശ്രമിക്കുന്ന ആ മകന്റെ ചിത്രം നിങ്ങളെല്ലാവരുടെയും മനസ്സിലുണ്ട്. 25, 30, 35, 40 വയസ്സുള്ള ഒരാളാണ് എന്നാണ് നിങ്ങളുടെ മനസ്സിലേക്ക് അത് മാറ്റി വെച്ചോളൂ. അവന് വെറും 14 വയസ്സ് മാത്രമേ ഉള്ളൂ. ആ പ്രദേശത്തുള്ള പ്രധാനപ്പെട്ട സ്കൂളിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് സ്വന്തം ഉമ്മയോട് ഈ ക്രൂരത ചെയ്യുന്നത്. അതുകൊണ്ടാണ്
ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ കാരണം നാളെ നമ്മുടെ വീടിനകത്തേക്ക് ഇങ്ങനെ ഒരു അനുഭവം കാര്യങ്ങൾ വരാൻ പാടില്ല. അപ്പോഴും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും താഴേക്ക് അമ്മമാരും കരുതുന്ന എന്താ അറിയോ, ഇത് ഞങ്ങളോട് എന്തിനാ പറയണേ? അതാണ് നമ്മളൊക്കെ ചിന്ത, അതാണ് ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യം. എന്റെ കുട്ടി ഒരു തെറ്റിലേക്ക് പോകില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. മക്കളെ ആരെയും കുറ്റം പറയാനില്ല, എല്ലാവരും നല്ല മക്കളാണ്, ഒരു കുഴപ്പമില്ല, അങ്ങനെ വിശ്വസിക്കുന്നു. ഈ കുറ്റിപ്പുറം ഓഫീസിൽ ഒരുപാട് കാലമായി ഞാൻ വർക്ക് ചെയ്യുന്നു. ഒരു കേസ് പിടിക്കുമ്പോ ആ കേസിലേക്ക് ഒരു പ്രതിയെ ഞങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ഫോൺ ഞങ്ങൾ മാറ്റി വെക്കും, അയാളോട് സംസാരിക്കും. പിന്നെ അയാളുടെ ഫോണിലേക്ക് വരുന്ന കോളുകൾ ചിലപ്പോൾ അവന്റെ ശബ്ദത്തിൽ ഞങ്ങളാണ് ചിലപ്പോൾ അറ്റൻഡ് ചെയ്യുക. അങ്ങനെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരുപാട് ഉപഭോക്താക്കളെ സാധനത്തിന് വേണ്ടി വിളിക്കും. നിങ്ങൾ എവിടെയുണ്ട്, ഞാൻ വരട്ടെ, സാധനം കിട്ടുമോ? അപ്പൊ ഞങ്ങൾ ഫോൺ പൊത്തി പിടിച്ച് പറയും, ചെങ്ങായിയെ ഇങ്ങോട്ട് വരണ്ട. ആ കുറ്റിപ്പുറത്തിൽ പുതിയ എസ് ഐ വന്നിട്ടുണ്ട്, ആ പയ്യനെ കൊണ്ട് യാതൊരു സ്വയമില്ല, എവിടെയൊക്കെയാണ് വേഷം മാറി നിൽക്കുന്നത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ചിന്നിട്ട് വരണ്ട, ഞാൻ അങ്ങോട്ട് പോയി വെച്ചാൽ അവിടെ പോയി നിന്നോ, ഞാൻ അങ്ങോട്ട് കൊണ്ടാ എന്ന് പറയും. ഇങ്ങനെ പതുക്കെ പോയിട്ട് പോകും. ഇങ്ങനെ ഒരുപാട് വിളി വരും. ഒരു ദിവസം ഒരു ഫോണിലേക്ക് വിളി വന്നപ്പോ ഒരു ആദ്യത്തെ 2-2.5 മണിക്കൂറിനുള്ളിൽ അവന്റെ ഫോണിലേക്ക് പിടിച്ച ആളുടെ ഫോണിലേക്ക് 22 വിളി. ഒരാൾ ഫോൺ എടുക്കാനായിട്ട് ഇരിക്കുകയാണ്. വിളികൾ വരിക, അവൻ മറ്റെന്തെങ്കിലും ഫോൺ എടുക്കും. അപ്പോ 22 വിളി വന്നു. ഒരു വിളി മാത്രം അവന്റെ ഭാര്യ വിളിച്ചിരുന്നു, ബാക്കി വിളികൾ മുഴുവനും ഈ സാധനം വേണം എന്ന് ആവശ്യപ്പെടുന്ന ഉപഭോക്താക്കളായിരുന്നു. ഇതിൽ 18 പേരെ ഞങ്ങളെ കയ്യിൽ കിട്ടി. 18 പേരെ ഞങ്ങൾ വൈകുന്നേരം പഠിക്കും. 18 പേര് ഇങ്ങനെ നിരത്തി കൊണ്ട് നിർത്തിയിരിക്കുകയാണ് ഞങ്ങളുടെ ഓഫീസിൽ, ലോക്കപ്പിന്റെ മുന്നിൽ. കേട്ടോളും, ആ 18 പേരിൽ 13 പേരും 13 വയസ്സിനും 18 വയസ്സിനും ഇടയിലുള്ള വിദ്യാർത്ഥികളായിരുന്നു. സങ്കടം. രക്ഷിതാക്കൾ വിളിച്ചു വരുത്തുമ്പോ അച്ഛനും അമ്മയും ഉമ്മയും ഉപ്പയും ഓടിക്കടച്ച് ഞങ്ങളുടെ ഓഫീസിലേക്ക് വരികയാണ്. വരുമ്പോ എന്തെല്ലാം രംഗങ്ങളാ കാണണേ. ഓടിക്കടച്ച് വരുമ്പോ ഞങ്ങളുടെ ഓഫീസിലേക്ക് വന്ന് സ്വന്തം മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിൽ നിൽക്കുന്നത് കാണുമ്പോ ദേഷ്യവും സങ്കടവും സഹിക്കാൻ വയ്യാതെ പരിസരം പറഞ്ഞ് യൂണിഫോമിട്ട് ഞങ്ങളെ മാറി നിൽക്കുന്നത് ഞങ്ങൾ തള്ളി മാറ്റി ഞങ്ങളുടെ ഇടയിലൂടെ ഓടിച്ചെന്ന് സ്വന്തം മകനെ വലിച്ചിട്ട് ഞങ്ങളുടെ കൺമുന്നിൽ വിട്ട് അടിക്കുന്നതും ഇടിക്കുന്നതും ഞങ്ങൾ കാണുകയാണ്. അടിച്ചിട്ടൊരു കാര്യമില്ല, നോക്കേണ്ട സമയത്ത് നോക്കിയില്ല. വേറെ ചിലര് വന്നിട്ട് ഒരു നോട്ടേ നോക്കിയുള്ളൂ, മുഖം പൊത്തി തിരിഞ്ഞു പോകുമ്പോ ഒരു മൂലയിൽ പോയി മുഖം പൊട്ടി 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 കരയുന്നു. അപ്പൊ ഞങ്ങൾ ചോദിക്കും, കരയേണ്ട, എന്തിനാ നിങ്ങൾ കരയണേ? അപ്പൊ അവര് പറയും, സാറേ എങ്ങനെ കരയാതിരിക്കും സാറേ, എന്റെ കുട്ടി അവൻ എന്താഗ്രഹം പറഞ്ഞാലും, അല്ലെങ്കിൽ അവൾക്ക് ആൺകുട്ടികളും പെൺകുട്ടികളും എന്താഗ്രഹം പറഞ്ഞാലും നിങ്ങൾ നടത്തി കൊടുക്കും. ഞങ്ങൾ വലിയ പണക്കാരൊന്നുമല്ല, എന്നാലും പോയി എന്റെ കുട്ടി എന്താഗ്രഹം പറഞ്ഞാലും നിങ്ങൾ സാധിച്ചു കൊടുക്കാറുണ്ട്. മൊബൈൽ ഫോൺ വേണമെന്ന് പറഞ്ഞു, വാങ്ങിച്ചു കൊടുത്തു. ഇന്ന് രാവിലെ പോകുമ്പോൾ ഫുട്ബോൾ കളിക്കാൻ ഡ്രസ് വേണം, ജേഴ്സി വേണം, ഒരു ബൂട്ട് വാങ്ങണം എന്ന് പറഞ്ഞ് ഒരു 2000 രൂപ ചോദിച്ചു. കയ്യിൽ പൈസ ഇല്ല, അടുത്ത വീട്ടിൽ പോയി 2000 രൂപ വാങ്ങിയവർ കൊടുത്തു. ആ 2000 രൂപയുമായിട്ട് അവൻ പോയതാണ് സാറേ രാവിലെ. ആ 2000 രൂപയുമായിട്ട് അവൻ ഈ സാധനം വാങ്ങാനാണ് പോയതെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല സാറേ. ഞങ്ങളുടെ മോൻ ഞങ്ങളോട് ഈ ചതി ചെയ്യുമെന്ന് ഞങ്ങൾ കരുതിയില്ല സാറേ. ഒരു 100 രക്ഷിതാക്കളെങ്കിലും ഇതേ സെന്റൻസിൽ ഇതേ ടോണില് ഈ മറുപടി പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ കുട്ടി ഞങ്ങളോട് ഈ ചതി ചെയ്യുമെന്ന് ഞങ്ങൾ കരുതിയില്ല സാറേ. അതിന്റെ ഉത്തരം അതിൽ തന്നെയുണ്ട്, കരുതണമായിരുന്നു. കരുതലിന്റെ കുറവാണ്. കരുതണമായിരുന്നു. രണ്ടുത്തരം. കരുതലിന്റെ കുറവുണ്ട്. നമ്മുടെ മക്കളെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. അവരൊന്നും കുഴപ്പക്കാരല്ല. കാരണം ഇപ്പോഴത്തെ കുട്ടികൾ എന്താണ് ലഹരിയിലേക്ക് പോകുന്നതെന്ന് ഒരുപാട് പറയാനുണ്ട്. അവർക്കൊന്നും പറയാൻ സമയമില്ലാത്തതുകൊണ്ട് പറയാണ്. നമ്മളിരിക്കുന്ന എന്റെ അടക്കമുള്ള ഈ തലമുറയല്ല പുതിയ തലമുറ, വ്യത്യാസമുണ്ട്. അവരുടെ തലച്ചോറിന്റെ ഘടനയിൽ തലച്ചോറിനകത്തുള്ള ചില ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ പ്രോസസിംഗ് വോളിയം ഒരുപാട് കൂടുതലാണ്. അതാണ് കാര്യം. അവർക്ക് സുഖം കൊടുക്കുന്ന, അനുഭൂതി കൊടുക്കുന്ന ചില ന്യൂറോ ട്രാൻസ്മിറ്റർ, അവരെ ആക്റ്റീവ് ആക്കുന്ന, അവരെ കൂടുതൽ ആക്റ്റീവ് ആക്കുന്ന ചില ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്. അത് 2000 ആണ്ടിന് ശേഷമുള്ള, 2000 ആണ്ട് ജനുവരി 1 തൊട്ടിട്ട് എന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്, ഏകദേശം 2000 ആണ്ടിന് ശേഷമുള്ള ആ ഒരു തലമുറയിൽ അതിന്റെ അളവ് ഒരുപാട് കൂടുതലാണ്. സ്വാഭാവികമായും അവരെ കൂടുതൽ ആക്റ്റീവ് ആവും. അത് സ്വാഭാവികമാണ്. ഈ ആക്റ്റീവ് ആവും. അത് വേണ്ട വിധത്തിൽ ഇതുപോലെയുള്ള സൈൻ പോലെയുള്ള സംഘടനകൾ അവരെ വേണ്ട വിധത്തിൽ റൂട്ട് പറഞ്ഞു കൊടുത്ത് വേണ്ട വിധത്തിൽ അതിനെ പരിചരിച്ച് അങ്ങനെ കൊണ്ടുപോയാൽ അവർ നല്ല നിലകളിലെത്തും. നേരെ മറിച്ച് അവര് വഴി മാറിയിട്ടാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അതിലും അവർ തിളങ്ങി പോകും. വഴി പഴച്ചു പോയാൽ അതിലും അവര് പവർഫുൾ ആവും. അതാണ് വ്യത്യാസം. അപ്പോ അതുകൊണ്ട് നമ്മൾ എന്താണ്, വളർന്നു വരുമ്പോൾ ശ്രദ്ധിക്കണം. എന്റെ കുട്ടി ഇത് ചെയ്യുമെന്ന് കരുതിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കാൻ നമ്മൾ മറക്കരുത്. ഒരു 10-11 വയസ്സ് വരെ രക്ഷിതാക്കളാണ് പറയണേ, ചേർത്ത് പിടിക്കും. താഴെ ഇരിക്കണ അമ്മമാരും കേട്ടോളൂ. ഒരു 10 വയസ്സ് വരെ നമ്മൾ മടിയിലിരുത്തും, കൊഞ്ചിക്കും, ചേർത്ത് പിടിക്കും. പക്ഷെ 10-11 വയസ്സാകുമ്പോൾ ആൺകുട്ടി ആവട്ടെ പെൺകുട്ടി ആവട്ടെ അവരുടെ സ്വഭാവത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരും. ചെറിയ നിഷേധം വരുന്ന പ്രായമാണ്. ഒരു നിഷേധം വരും.
അതുവരെ പറഞ്ഞ പോലെ ആവില്ല. ചിലപ്പോ ഒരു കാര്യം പറയുമ്പോ എന്താ ചെയ്ത മോളെ പോണ്ടട്ടാ, മോനെ പോണ്ടട്ടോ, എന്താ പോയാ എന്നൊരു ചോദ്യം തിരിച്ചു ചോദിക്കുക. അവരുടെ കുഴപ്പമില്ല, അവരുടെ പ്രായത്തിന്റെ പ്രത്യേകതയാണ്, അങ്ങനെയല്ലേ? അപ്പൊ ആ നിഷേധം കാണുമ്പോ നിഷേധികളോട് പെരുമാറുന്ന പോലെ നമ്മളുടെ പെരുമാറ്റത്തിലും ഈ നിഷേധികളോട് പെരുമാറുന്ന ഒരു രീതി, ഒരു കടിച്ചു കുറച്ച, ഒരു ദേഷ്യം പിടിച്ച, അപ്പൊ ഇത് നിരന്തരം ഈ രീതി ആകുമ്പോൾ സ്വാഭാവികമായും അവരുടെ മനസ്സിൽ എന്റെ ഉമ്മാക്ക് എന്റെ ഉപ്പാക്ക് എന്നോടൊരു സ്നേഹമില്ല എന്ന് ചിന്തിച്ചു പോകും. അപ്പൊ ആ സ്നേഹം കൊടുക്കാൻ ഒരുപാട് പേര് പുറത്തുണ്ട്. ആ പുറത്ത് കാത്തു നിൽക്കുന്ന സ്നേഹം ശരീര വഴിയായിരിക്കാം, നല്ല സ്നേഹമല്ല എന്ന് നമ്മൾ ചിന്തിക്കുക. നല്ല കൂട്ടുകാരല്ല, നല്ല സ്നേഹമല്ല ആയിപ്പോകുന്നില്ല. അതുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കാൻ നമ്മൾ മറന്നു പോകരുത്. സ്കൂൾ വിട്ട് വരുമ്പോ, കോളേജ് വിട്ട് വരുമ്പോ സാധാരണ അമ്മയുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഉമ്മാന്റെ കയ്യിൽ നിന്ന് ഗ്ലാസ് ചായ വാങ്ങി കുടിച്ച് അകത്തേക്ക് കയറി പോകണം. വീട്ടിലുണ്ടായ സ്കൂളിലുണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷമാവട്ടെ അല്ലെങ്കിൽ സന്തോഷമില്ലാത്ത കാര്യമാവട്ടെ എല്ലാം അമ്മയോട് പങ്കുവെക്കുന്ന, ഉമ്മയോട് പങ്കുവെക്കുന്ന മോൻ അല്ലെങ്കിൽ മോള് ഒരു ദിവസം മിണ്ടാതെ അകത്തേക്ക് കയറി പോകുമ്പോ, വൈകിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കുമ്പോ എനിക്ക് ഭക്ഷണം വേണ്ട, എനിക്ക് തലവേദനയാണെന്ന് പറഞ്ഞ് മുറി അടച്ച് വാതിൽ അടച്ചിരിക്കുമ്പോ കരുതണം. അപ്പൊ കരുതണം, എന്തായി കുട്ടിയുടെ തലവേദനയ്ക്ക് കരുത്തിന്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു മാറ്റം നമ്മൾ കരുതണം. അവരുടെ സ്വഭാവത്തിൽ സ്വാഭാവികമായിട്ടുള്ള ആ ഒരു നിഷേധമല്ലാതെ കടിച്ചു പറിച്ച് ഉമ്മയോടോ അമ്മയോടോ പെരുമാറാത്ത രീതിയിൽ അവര് ദേഷ്യപ്പെടുമ്പോ, പെട്ടെന്ന് ദേഷ്യം വരുമ്പോ കരുതണം. അവരെ പഠനത്തിൽ വല്ലാതെ പുറകോട്ട് പോകുമ്പോൾ കരുതണം. ഒരു നേരമെങ്കിലും നമ്മുടെ ഉമ്മയും ഉപ്പയും അച്ഛനും അമ്മയും ഉപ്പാപ്പയും വീട്ടിൽ ആരൊക്കെയുണ്ട് എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഒരു നേരം അത് രാത്രിയാണ്, വൈകിട്ടാണ് ഏറ്റവും നല്ലത്. വീട്ടിലുള്ള എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. എത്ര വീട്ടുകാർ കഴിക്കുന്നുണ്ട്? എന്റെ വീട്ടിൽ അസിസ്റ്റ് ആക്കിയിട്ട് കുറെ കാലം. പക്ഷെ ഞാൻ എന്റെ ഡ്യൂട്ടി കഴിഞ്ഞ് വരിക ചിലപ്പോ രാത്രി 10 മണിക്ക് 12 മണിക്ക്, അതിന് മാർഗമില്ല. പക്ഷെ വന്നാലും വന്നില്ലെങ്കിലും 8 മണി എന്നൊരു സമയം ഉണ്ടെങ്കിൽ എന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കും. അപ്പോ 7:50 ഒരു കോൾ എന്റെ ഫോണിലേക്ക് വരും, ഒരു മിസ് കോള്. അവർ ഒരു 8-8:15 വരെയെങ്കിലും ആ അവിടെ എത്തുന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വിളിക്കും, അല്ല തിരിച്ചു വിളിക്കില്ല. അപ്പൊ അവർക്ക് അറിയാൻ പറ്റും, എത്താൻ പറ്റില്ലെങ്കിൽ അപ്പൊ തിരിച്ചു വിളിച്ചു പറയും, കഴിച്ചോളി പറയും. അപ്പൊ ആ വീട്ടിൽ വേറെ ആരെയാണ് എന്റെ അമ്മ, ബാക്കി എല്ലാവരും മക്കളും ഒന്നിച്ചിരുന്ന് ഭക്ഷണം ഒന്നിച്ചിരുന്ന്. അത് എല്ലാവരും വേണം. ഉപ്പാപ്പ വേണം, ഉമ്മാമ വേണം, ഉപ്പ വേണം, സഹോദരങ്ങൾ വേണം, അമ്മായി വേണം, വീട്ടിലുള്ള എല്ലാവരും വേണം. അതൊരു കൂട്ടായ്മയാണ്, അത് സ്നേഹത്തിന്റെ കൂട്ടായ്മയാണ്. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. വേറെ കുറെ ഗുണങ്ങളുണ്ട്. നമ്മുടെ മക്കൾ എത്ര ഭക്ഷണം കഴിക്കുന്നു എന്ന് നമുക്കറിയാം. സാധാരണ അതിന്റെ റേഞ്ച് ഉണ്ട്. ആ റേഞ്ചിന്റെ അപ്പുറത്തെ ഇടയ്ക്കിടയ്ക്ക് വല്ലാതെ ഭക്ഷണത്തിൽ പുറകോട്ട് പോകുമ്പോൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാമല്ലോ. അതിന് എന്തെങ്കിലും കുഴപ്പമാണോ, അത് വേറെങ്കിലും ശാരീരികമായ പ്രശ്നമാണെങ്കിൽ അത് നമ്മൾ കാണണമല്ലോ, മനസ്സിലാക്കണമല്ലോ, അത് ശ്രദ്ധിക്കാം. അതല്ല, ചില മയക്കുമരുന്നുകളിൽ പെട്ടിട്ടാണ് കുട്ടിയുടെ ഈ ഒരു ഭക്ഷണം വിശപ്പില്ലായ ഇതിലേക്ക് പോകുന്നത് എന്ന് തോന്നി, അതും ശ്രദ്ധിക്കാം. അത് മാത്രമല്ല, സാധാരണ കഴിക്കുന്നത് ഒരുപാട് കൂടുതൽ കഴിക്കണമെങ്കിൽ അത് ശ്രദ്ധിക്കാം. എന്ന് വിചാരിച്ച മക്കൾ നാളെ ഇത്തിരി ഭക്ഷണം രസം ചോറ് കൂടി കാട്ടിക്കാണിയാൽ സംശയിക്കൊന്നും വേണ്ട. അങ്ങനെ സംശയിക്കാനല്ല പറയണേ. ചില മയക്കുമരുന്നുകൾ കഴിച്ചാൽ എത്ര തിന്നാലും മതിയാവില്ല, അത്ര അങ്ങനെയുണ്ട്, തിരുത്താനുണ്ട്. ഒരു ചെറുപ്പ് ചോറ് വെച്ചു കൊടുത്താലും മതിയാവില്ല, അത് കൂടെ വാങ്ങി ചില മയക്കുമരുന്ന്. എന്റെ മോനെ ചോറ് എന്റെ മോനെ ചോറ് തന്നെ വെച്ചു കൊടുത്തമ്മ കിടന്നാണ്ട് അത്രയും തരും. അത് അങ്ങനത്തെ അത് ശ്രദ്ധിക്കാം, കൂടുതൽ കഴിക്കുന്നത് ശ്രദ്ധിക്കാം. ഞാൻ പറഞ്ഞത് ഇവരെ മുഖത്ത് വരുന്ന മാറ്റങ്ങൾ നേരെ നോക്കാൻ, മുഖത്തേക്ക് നോക്കാൻ അവർക്ക് മടിയുണ്ടോ? ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴേ അറിയൂ. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. അവരുടെ കൂട്ടുകാരാരൊക്കെയാണ് നമ്മൾ അറിയണം. കൂട്ടുകാരെ മാത്രം പറഞ്ഞാൽ പോരാ, അവരുടെ വീട്ടുകാരെയും അറിയണം. നമ്മുടെ 14-15 വയസ്സ് പ്രായമുള്ള മക്കൾക്ക് സമപ്രായക്കാരായ കൂട്ടുകാരാണ് ഉണ്ടാവുക, അല്ലെ? 14-കാരനും 15-കാരനും കൂടി വന്ന് അതിന്റെ അടുത്ത് ഒരു 16-17 അല്ലെങ്കിൽ ആ റേഞ്ചിലുള്ള കൂട്ടുകാരാണ് ഉണ്ടാവുക. എന്നാൽ അതല്ലാതെ പ്രായത്തിൽ ഒരുപാട് അധികം വ്യത്യാസമുള്ള കൂട്ടുകാരുണ്ടാകുമ്പോൾ ശ്രദ്ധിക്കണം. പൊന്നാനി വെച്ച് ഒരു 17 വയസ്സുള്ള ഒരാളെ മയക്കുമരുന്നിട്ട് ഒരു ചെക്കനെ പയ്യനെ വിളിച്ചപ്പോ ഓന്റെ ഏറ്റവും വലിയ ചങ്ക് എന്ന് പറയുന്നത് ചമ്രോട്ടം ജംഗ്ഷനിലെ 68 വയസ്സുള്ള ചങ്ങായിയാണ്. അപ്പൊ എന്റെ ഈ ചങ്ങായി എത്ര ബന്ധം എന്ന് ചോദിച്ചപ്പോ പറഞ്ഞത് എനിക്ക് അച്ഛനെക്കാട്ടും വലുതാന്നാ പറഞ്ഞത്. അപ്പൊ ആ ചങ്ങാതി നമ്മുടെ ലിസ്റ്റിൽ പെട്ട ഒരാളാണ്, ഈ 62-കാരൻ. അപ്പൊ ഞാൻ പറഞ്ഞത് സമപ്രായക്കാരല്ലാത്ത ഒരു മനുഷ്യനുമായിട്ട് കൂട്ടുകെട്ട് വരുമ്പോ നമ്മൾ അന്വേഷിക്കണം. ഇതെന്താ ഈ ചങ്ങായി എന്തൊരു കൂട്ട്, ഇത് ഇടയ്ക്കിടയ്ക്ക് പോലെ ഒരു കണക്ഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ അറിയണം, നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ശ്രദ്ധിക്കാതെ പറഞ്ഞ കാര്യമില്ല. അവരുടെ കൂട്ടുകാരല്ലാത്ത പുതിയൊരു കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി അവരെ അന്വേഷിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോ ഇത് ഏതാ പുതിയൊരാള്, ഇത് അവരുടെ കൂടെ പഠിക്കുന്ന അല്ലെങ്കിൽ അവരുടെ കൂടെ പഠിക്കുന്ന ആളല്ലല്ലോ, ഇവരായിട്ട് എന്താ ബന്ധം, അത് ആരാ?
അതിന് കൃത്യമായിട്ട് അറിയണം. അപ്പൊ എന്താണ് ഇത് തമ്മിലുള്ള കണക്ഷൻ? ഇതൊന്നും അറിയാതെ നമ്മുടെ വീട്ടിൽ ഇടയ്ക്കൊക്കെ അവരുടെ ബാഗൊക്കെ ഒന്ന് പരിശോധിച്ച് നമ്മൾ കാണാത്ത എന്തെങ്കിലും സാധനങ്ങൾ അതിലുണ്ടോ എന്ന് നമ്മളൊക്കെ ഒന്ന് അറിയണം. എന്ന് വിചാരിച്ച് എന്നും കുട്ടികളുടെ പുറകെ സംശയമായിട്ട് നടക്കണമെന്നല്ല പറയണേ. ബട്ട് ഇടയ്ക്ക് ബാഗൊക്കെ ഒന്ന് പരിശോധിക്കണം. മക്കളെ, നിങ്ങളൊന്നും മോശക്കാരൊന്നല്ല, നിങ്ങളെ പറ്റി മോശമായിട്ട് പറയാതെ കരുതരുത്. അങ്കിള് കണ്ട ചില അനുഭവം എന്തെങ്കിലും വരാം, അതുകൊണ്ട് മാത്രം പറയാണ്. ഈ കൽപ്പഞ്ചേരി കൂട്ടിൽ ഞങ്ങൾ പോകുമ്പോൾ ഒരു വണ്ടി ചെക്ക് ചെയ്യണം. അപ്പൊ 3 ആളെ വെച്ചിട്ട് ഒരു ബൈക്ക് വന്നു, ചെറുപ്പക്കാരെ പിള്ളേരാണ്, ലൈസൻസ് ഒന്നുമില്ല. അപ്പൊ ഞങ്ങള് ബാഗ് എടുത്തിട്ട് മാറി നിർത്തി, മാറ്റി നിർത്തി ഒരാളെ ബാഗ് നോക്കിട്ട് ഓരോ കണ്ണിങ്ങനെ നോക്കി. അപ്പൊ പുസ്തകമുണ്ട്, ചോറ് പാത്രം ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ നോക്കുന്ന ഇടയിൽ പെന്നും പെൻസിലൊക്കെ ഉണ്ട്. അതിനിടയ്ക്ക് കണ്ണിലെത്തിക്കുന്ന മരുന്ന്. അപ്പൊ കണ്ണിലെത്തിക്കുന്ന മരുന്ന് അതെന്തേ? എനിക്ക് കണ്ണു സൂക്കടായിരുന്നു സാറേ. ആയിക്കോട്ടെ, കണ്ണു സൂക്കടായിരുന്നു. ഓക്കെ, അടുത്ത ആൾ ആ ബാഗ് ചെക്ക് ചെയ്ത് വേറെ ഒന്നും കണ്ടില്ല, ബാഗിനെ കൊടുത്തു. അടുത്ത ബാഗ് ചെക്ക് ചെയ്തപ്പോ അതിലുണ്ട് കണ്ടുപിടിക്കണം മരുന്ന്. അപ്പൊ ഞങ്ങൾ എടുക്കണേ മുമ്പേ പറഞ്ഞു, സാറേ എനിക്ക് കണ്ടു സൂക്കടായിരുന്നു, ഞാൻ അവന്റെ കൂടെ ഇരിക്കുന്നത്, അപ്പൊ എനിക്ക് കണ്ടു സൂക്കടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓക്കെ, അതും ബാഗ് പരിശോധിച്ചൊന്നുമില്ല. 3ാമത്തെ ബാഗ് പരിശോധിച്ചപ്പോ അതിലുണ്ട് കണ്ടുപിടിക്കണം മരുന്ന്. അപ്പൊ ഞങ്ങള് എടുക്കണ സാറേ ഞങ്ങൾ 3 ആളുകൾ എഞ്ചിനീയറിംഗ്, അപ്പൊ ഒരിടത്ത് എനിക്ക് കിട്ടിയതാ. അപ്പൊ ഞങ്ങൾ പൊട്ടന്മാർ എക്സസൈസ് വിശ്വസിച്ചു. അത് ഒക്കെ പരിശോധന കഴിഞ്ഞു. അപ്പൊ അപ്പുറത്തേക്ക് നോക്കിയുള്ള കള്ളിയിൽ വിക്സിന് മുക്കിൽ വയ്ക്കുന്ന സാധനമില്ലേ, വിക്സിന്റെ ഇത് കണ്ടപ്പോ ഞങ്ങൾ തുറന്നു നോക്കി. ഇത് തുറന്നപ്പോ ഇവന്റെ മുഖത്ത് എന്തോ ഒരു 3 ആളുടെ മുഖത്ത് ചെറിയൊരു വെപ്രാളം കണ്ടോ എന്നൊരു സംശയം. അത് സംശയമാണ് തോന്നി ചെറുതായിട്ട്. അത് ഞങ്ങൾക്കത് മനസ്സിലായില്ല, പിന്നീട് മനസ്സിലായി. അപ്പൊ ഇത് തുറന്നു നോക്കി, ഇത് മുക്കി വലിച്ചു നോക്കാൻ പറ്റുള്ളൂ, വേറെ വലിച്ച സാധനം അത് തുറന്നു നോക്കാനേ പറ്റുള്ളൂ. ഒന്ന് കൊട്ടി നോക്കി, അതൊന്നും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അത് അടച്ച് ഈ ബാഗ് ഇട്ട്, ബാഗ് സീപ്പ് ഇട്ടിട്ട് ബാഗിനെ കൊടുത്തു. ഇത് ബാഗിനെ ഇട്ടപ്പോ ഈ 3 ആളും ഒരേ സമയം ഒന്നാണ് ശ്വാസം വിട്ടു. ഈ ശ്വാസം വിടൽ ഞങ്ങള് പിടിച്ചു. ഇത് വീണ്ടും എടുത്തു, അത് പൊട്ടിച്ചു. കൊടുത്തു നോക്കിയപ്പോ ഈ വിക്സിൽ ഹാൻഡ് ഉള്ളത്തെ സാധനമല്ലോ, അതിന് തുറന്നിട്ട് അതിന്റെ ഉള്ളിൽ അത് നമ്മൾ വീണ്ടും വലിച്ചെടുക്കുമല്ലോ, അതിന്റെ ഉള്ളിൽ അമർത്തി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മുടെ മക്കൾ ബാഗ് ഒന്ന് പരിശോധിക്കുമ്പോ അതില് നമ്മുടെ മക്കൾക്ക് എന്ത് അസുഖമുണ്ട് നമ്മൾ അറിയണ്ടേ. എന്റെ മോന് കടസുഖം ഉണ്ടായിരുന്നോ നമുക്ക് അറിയണ്ടേ. അതിനാണ് മരുന്ന് നമുക്ക് അറിയണ്ടേ. അറിയാത്തൊരു ഗുളിക കിട്ടിയെങ്കിൽ നമുക്ക് അറിയണ്ടേ. അപ്പൊ ഇവരെന്താണ്, ഇവർ ഉപയോഗിക്കുന്ന ആ മയക്കുമരുന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ കണ്ണ് ചുവക്കും. കണ്ണ് ചുവക്കുമ്പോ വീട്ടിലെത്തുമ്പോ ഈ കണ്ണിന്റെ ചുവപ്പ് മാറണം. അത് മാറാൻ വേണ്ടി കണ്ണ് തെളിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രോപ്സ് ആണ്. ആ ഡ്രോപ്പാണ് കയ്യിൽ എടുക്കുന്നത്. അത് 3 ആളും ഒരേ സാധനമാണ്. അപ്പൊ ഓർത്തോളൂ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ബാഗ് പരിശോധിച്ചാലേ മനസ്സിലാവൂ. അവരോട് സംസാരിക്കണം, 10 മിനിറ്റെങ്കിലും അവരോട് സംസാരിക്കണം. നമ്മളെ അധികമല്ല, നമ്മളെ കൊടുക്കാത്ത തരത്തിലുള്ള പൈസ അവരുടെ കയ്യിൽ കാണുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം, ഇതൊക്കെ ശ്രദ്ധിക്കണം. ഇതൊന്നും ചെയ്യാതെ അവസാനം എന്റെ കുട്ടി എന്നോട് ഈ ചതി ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല സാറേ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചേ മതിയാവൂ. ഇനി അപ്പൊ അതൊക്കെ പോട്ടെ. ഈ വന്ന ഈ 18 മക്കളെയും ഞങ്ങള് ഇറക്കി വിട്ടു. ഇതോടെ വെക്കണ്ടേ, അത് അത്ര സുഖമുള്ള സാധനം. കുറെ നേരം ഭയങ്കര ചൂടാണ്. സംഗതിക്കാണ് തൊപ്പി തെറിപ്പിക്കുന്നൊക്കെയാണ് പറയാ. തൊപ്പി ഭയങ്കര വില, അതിന് വലിയ മൂല്യമുള്ള ഒരു സാധനമാണ്. കുറെ നേരം വെക്കുമ്പോ ചിലപ്പോ തലക്ക് വെച്ചത്തിന് വരും. എന്തായാലും ആ ഒരു തൊപ്പി തലയിൽ വെക്കാനുള്ള ഭാഗ്യം കിട്ടിയതിൽ ഒരുപാട് സന്തോഷിക്കുന്ന ആളാണ് ഞാൻ. ഞാനൊരു ബസ്സിൽ ഡ്രൈവറായിരുന്നു പഴയ കാലത്ത്, ലോറി ഓടിച്ചിരുന്ന ഡ്രൈവറാണ്. അന്നൊക്കെ സത്യം പറയാലോ നിയമം പാലിച്ചുകൊണ്ട് മാത്രം വാഹനം ഓടിച്ചിരുന്ന ഒരാളാണ്. എന്നാൽ പോലും ബസ് ഓടിക്കുമ്പോൾ അത്യാവശ്യം ഇടയ്ക്കൊന്ന് സ്പീഡിൽ പോകേണ്ടി വരും. അങ്ങനെയാണല്ലോ അതിന്റെ കഥ. ഒന്ന് സ്പീഡിൽ പോയാലാണ് ടൈമിൽ എത്താൻ പറ്റുള്ളൂ. അപ്പൊ എനിക്ക് എന്നെ പോലീസുകാര് ചാർജ് ചെയ്തിട്ടില്ലെങ്കിൽ പലപ്പോഴും പ്രാവശ്യം വിളിച്ച് കൈകാട്ടിട്ട് എന്നെ വാൺ ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ ദൈവമേ എനിക്ക് എപ്പോഴെങ്കിലും ഒപ്പിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടുമോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. അതായത് അതൊരു ഭാഗ്യമായിട്ട് കണക്കാണോ. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, ഈ മക്കളെ മുഴുവൻ ഇറക്കി വിട്ടു. രക്ഷിതാക്കളെ കൊണ്ടുപോയി അവരെ ശാസ്ത്രീയമായി ചികിത്സിച്ചു. കാരണം തുടക്കം കുറിച്ചവരാണ്. ആ തുടക്കം കുറിച്ച സമയത്ത് ശാസ്ത്രീയമായി ചികിത്സ കൊടുക്കണം. കേട്ടോളൂ, ഇത് കേൾക്കുന്ന ആൾക്കാർ കേട്ടോളൂ. നമ്മുടെ വീട്ടിലോ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ ചുറ്റുപാടുകളിലോ ലഹരിക്ക് അടിമപ്പെട്ട അല്ലെങ്കിൽ ലഹരിക്ക് പോയി എന്ന് തോന്നുന്ന ഏതെങ്കിലും കുട്ടികളോ ചെറുപ്പക്കാരോ ആരാവട്ടെ ഉണ്ടെങ്കിൽ
അത് നമ്മൾ മറച്ചു വെക്കാതെ ഇത് പുറത്ത് പറഞ്ഞാൽ നാട്ടുകാരെ കൂടെ അറിയും, അല്ലെങ്കിൽ നാട്ടുകാരെ കൂടെ അറിയിക്കണമെന്നല്ല ഞാൻ പറയണേ, അവരെ കൊണ്ടുപോയി ശാസ്ത്രീയമായ ചികിത്സ അവർക്ക് കൊടുക്കണം. കൊടുത്തിട്ട് അവരെ വളരെ ശാസ്ത്രീയമായ ചികിത്സ കൊടുത്തിട്ട് അവരെ നമ്മുടെ മുഖ്യധാരയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. നമ്മുടെ സൈനിന്റെ പ്രവർത്തനത്തിൽ അതുകൂടി ഒരു അജണ്ടയായിട്ട് ഏറ്റെടുക്കണം എന്നാണ് പറയണേ. ഈ മഹലിനെ ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ ഈ മഹലിന്റെ ഉള്ളിൽ ആരെങ്കിലും അടിമപ്പെട്ടവരുണ്ടെങ്കിൽ അവരെ സൗമ്യമായിട്ട് അവരെ സമീപിച്ച് അവരെ ഏത് തരത്തിലാണ് അവരെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുക, അവരെ കൊണ്ടുപോയി ശാസ്ത്രീയമായ ചികിത്സ അവർക്ക് മേടിച്ചു കൊടുത്ത് അവരെ നമ്മുടെ ഇടയിൽ നല്ല മനസ്സിലാക്കി മാറ്റാൻ കൂടി നമ്മുടെ സ്വയന്റെ പ്രവർത്തനത്തിൽ ഈ കൂട്ടായ്മ, നേരത്തെ ഉസ്താദ് പറഞ്ഞ ആ കൂട്ടായ്മ, എല്ലാവരും ഒന്നിച്ചു ചേർന്ന് നിൽക്കുന്ന ആ കൂട്ടായ്മ ഉണ്ടല്ലോ, ആ കൂട്ടായ്മ അവരെ തള്ളിക്കളഞ്ഞേ മോശക്കാരനാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയെല്ലാം വേണ്ട. എന്തായാലും ഇവരെ ചികിത്സിച്ചു, ഭേദമാക്കി കൊണ്ടുവന്നു. ആ മക്കളൊക്കെ നല്ല നിലയ്ക്ക് SSLC പാസ്സായി, നല്ല നിലയ്ക്ക് +2 പാസ്സായി. അതിൽ പല കുട്ടികൾക്കും ഞാൻ എന്റെ കൈ കൊണ്ട് വളരെ സന്തോഷത്തോടെ സമ്മാനങ്ങൾ വാങ്ങിക്കൊടുത്തു. കാരണം അവർ പാസ്സായിട്ട് അവർ വീട്ടിൽ കൊണ്ടുപോയി സമ്മാനങ്ങൾ വാങ്ങിക്കൊടുത്തു. പക്ഷെ കേട്ടോളൂ, എല്ലാവരും കേട്ടോളൂ, ചെറുപ്പക്കാരോടെ കുട്ടികളോടെ പറയണേ, അത് തുടക്കം കുറച്ച് സമയത്ത് നമ്മുടെ കൈ കിട്ടിയത് കൊണ്ടാണ് തിരിച്ചു പോകുന്നത്. നേരെ മറിച്ച് തീവ്രമായി അടിമപ്പെട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ വളരെ പ്രയാസമാണ്. വളരെ തിരിച്ചു വന്നവരൊക്കെ ഉണ്ട്. ഒറ്റ ഉദാഹരണം പറയാം. വളാഞ്ചേരി വെച്ചിട്ട് ഞങ്ങള് ഒരു ചെറുപ്പക്കാരൻ ഒരു ഫോൺ വന്നു, ഒരാളെ പിടിച്ചു. ആ പിടിച്ചപ്പോ അയാളുടെ ഫോണിലേക്ക് ഒരുപാട് വിളി വന്നു. അപ്പൊ വിളിച്ചാളുടെ കുളത്തൂർക്കാരനാണ്, പെരിന്തൽമണ്ണ കുളത്തൂരിനാണ്. അവന്റെ ശബ്ദം കൂടുതൽ സാമ്യം എന്റെ ശബ്ദമായതുകൊണ്ടും തനതായിട്ടുള്ള നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഭാഷ അനുകരിക്കാൻ എനിക്ക് പറ്റുന്നതുകൊണ്ടും ഞാനാണ് ഫോൺ എടുത്തത്. ഒരുപാട് വിളി വന്നു, അതിനെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞില്ല. അതിൽ വന്ന ഒരു വിളി മക്കള് കേട്ടോ. അതിൽ വന്ന ഒരു വിളി ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എവിടെയുണ്ട് ചോദിച്ചു. അപ്പൊ ഞാൻ പോളെ കുറിച്ച് പറഞ്ഞു, ഞാൻ വളാഞ്ചേരി ഉണ്ട്, എന്റെ വേറെ സാധനം കിട്ടുമോ? ഇങ്ങോട്ട് വരണ്ട, പഴയ ടെക്നിക്കിനെ ഉപയോഗിച്ചു. ചെങ്ങായി ഇങ്ങോട്ട് വരണ്ട, ആ പയന്മാര് എക്സൈസുകാര് എവിടേക്കാണ് വേഷം മാറിക്കുന്നത് പറയാൻ പറ്റില്ല. അവർ ഇവിടുത്തെ സാധനം തന്നാല് അപ്പൊ കൈയോടെ പൊക്കും. അതോട് ഒരു കാര്യം ചെയ്തോ, ഇങ്ങോട്ട് വരണ്ട, കോട്ടക്കൽ ഭാഗത്തിന് പോയി ആ വാറിന്റെ മുന്നിലാണ് വന്നോ, ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാൻ സാധനം. ആ ഡീൽ അവിടെ ഉറപ്പിച്ചു. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും അവൻ വിളിക്കാം. വീണ്ടും വിളി വരുമ്പോൾ നമുക്ക് പേടിയാണ്. കാരണം അതേ ശബ്ദം അനുകരിക്കാൻ ഇതിന്റെ പണി പാടി പോകും. അതുകൊണ്ട് ഫോണൊക്കെ കുത്തിപ്പിടിച്ച് ഞാൻ വിളിച്ചു ചോദിച്ചു, എന്തേ ഫോൺ പറഞ്ഞു, പിന്നെ എങ്ങനെ ഇരിക്കാറില്ലേ, ആ ചപ്പ് സാധനം പറ്റില്ല, നല്ല സാധനമാണ്. അപ്പൊ അതേ ഭാഷയിൽ ഞാൻ മറുപടി പറഞ്ഞു, അല്ലെങ്കിൽ അനക്കെന്തെങ്കിലും ഞാൻ ചപ്പ് സാധനം തന്നിട്ടുണ്ട, എന്റെ കയ്യിൽ സാധനമുള്ളൂ, അത് വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി, എനിക്ക് എന്റെ കച്ചവടം വേണ്ട, ഇത് വന്ന വൈകാൻ തിരിച്ചു പോയിക്കോ, ഇത് വാങ്ങാൻ വേണ്ടി ആൾക്കാർ നിൽക്കുകയാണ്, ഞങ്ങൾ കത്തി കയറുക. ആ കത്തി കയറുമ്പോൾ നിങ്ങൾ ദേഷ്യപ്പെടല്ലേ, നിങ്ങളുടെ കയ്യിൽ ഏത് സാധനം പോയിട്ടില്ല, നിങ്ങൾ എനിക്കുള്ള സാധനം മാറ്റി വിട്ടാൽ മതി, അതാ ജിബേരിയാണെ പെട്ടെന്ന് വാ, എനിക്കങ്ങനെ കാത്തിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞു. ഞങ്ങൾ വാഹന മുന്നിൽ പോയിരിക്കുക. നല്ല തിരക്കുണ്ട്, വൈകുന്നേരം നല്ല തിരക്കാണ്. ആ സമയത്ത് ഇവരെ മാത്രം എടുക്കാൻ ആരാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. ഞങ്ങൾക്ക് മനസ്സിലാകും. ഫോണിൽ വിളിച്ചപ്പോ ആരൊക്കെ ഹലോ എന്ന് പറയുന്നത് നമ്മുടെ ഫോൺ അറ്റൻഡ് ചെയ്യുന്ന ആരാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ പിന്നെ ഞാൻ വിളിച്ചപ്പോ ചെറുപ്പക്കാരൻ ഹലോ എന്ന് പറഞ്ഞപ്പോൾ നോക്കുന്നുണ്ട്. അപ്പൊ ഇവനാണ് ആ വിളിച്ചത് നമുക്ക് തോന്നിയപ്പോ വീണ്ടും സംശയം തോന്നി, ഇവനാണോ വിളിച്ചത് സംശയം തോന്നി. എന്താ ആണോ എന്ന് തോന്നിയത് എന്താ അറിയോ, സാധാരണ ലഹരിമരുന്നിന് അടിമപ്പെട്ട് വരുന്ന ചെറുപ്പക്കാർ, തീവ്രമായി അടിമപ്പെട്ട് വരുന്നവർക്ക് ചില പ്രത്യേകതകൾ കാണും. അവരുടെ നടത്തത്തിലും യുദ്ധത്തിലും അവരുടെ വേഷത്തിലും. ഞാനെന്ന് പറയുമ്പോ എല്ലാവരും അടച്ച് ആക്ഷേപിക്കണമെന്ന് ഒരിക്കലും കരുതരുത് കേട്ടോ. ഞങ്ങള് അതേമാതിരി ഉള്ളവരൊക്കെ കുഴപ്പക്കാരാണെന്ന് കരുതരുത്. സാധാരണഗതിയിൽ ഞങ്ങളുടെ മുന്നിൽ വരുന്ന തീവ്രമായി അടിമപ്പെട്ട ആൾക്കാരൊക്കെ ഈ പല വ്യത്യാസങ്ങളും കാണും. മുടിയിൽ കൂടെ കുത്തൽ മുളച്ചിങ്ങനെ ചേന മുളച്ചിങ്ങനെ വൈകുന്നു മിക്കവാറും അങ്ങനെ കാണലില്ല. എന്ന് വിചാരിച്ചാൽ അങ്ങനെ മുടി വളർത്തുന്ന എല്ലാവരും കുഴപ്പക്കാരാണെന്ന് ഞാൻ പറഞ്ഞു എന്ന് ഒരിക്കലും കരുതരുത്. അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ എല്ലാവരും കുഴപ്പക്കാരൊന്നുമല്ല. പക്ഷെ മിക്കവാറും ഇതുപോലെ മുടി വളർത്തും, പാന്റ് പോയി ഇവിടെ കിടക്കുന്നുണ്ടാവും, ഷർട്ടിന്റെ ബട്ടൺസ് തലവരെ കണ്ടിട്ട് ബോധം ഉണ്ടാവില്ല. ബോധം ഉണ്ടാവില്ല. ചിലവര് കണ്ണ് എഴുതിയിട്ടുണ്ടാവും, സുറുമ എഴുതിയിട്ടുണ്ടാവും, നനക്കില്ല, കുടിക്കില്ല, പല്ല് തേക്കില്ല, ദൈനംദിന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കില്ല. അത് കണ്ടാൽ തന്നെ അറിയാം, ഇവിടെ കോലം കണ്ടാൽ അറിയാം ഇവ എന്തോ ഒരു കുഴപ്പമുണ്ട് എന്ന് തോന്നും. അപ്പൊ ഈ ചെറുപ്പക്കാരനാണോ ഇവരെ കണ്ടപ്പോ, ഞങ്ങൾ ഫോണിൽ ആളെ കണ്ടപ്പോ നല്ല ചെറുപ്പക്കാരൻ, നന്നായിട്ട് നിങ്ങളെ നല്ല ചെറുപ്പക്കാരൻ, ഇവനാണോ ചപ്പ് സാധനം പറ്റില്ലാന്ന് പറഞ്ഞേ സംശയം തോന്നി. വീണ്ടും വിളിച്ചു. അപ്പൊ ഓൺലൈനാണ് ഫോൺ എടുക്കുന്നത് മനസ്സിലായപ്പോ പതുക്കെ പോയിട്ട് ഓരോ കോളറിലും ബാഗ് കൂടെ പോയിട്ട് പിടിച്ചിട്ട് ചെവി പറഞ്ഞു, ഒച്ചപ്പിളി ഉണ്ടാക്കണ്ട മക്കളെ, പുതിയൊരു വാക്കുണ്ടല്ലോ ചെറുപ്പക്കാരെ, സീൻ ഉണ്ടാക്കണ്ട, പതുക്കെ പോരെ, എക്സൈസാണ് സീൻ ഉണ്ടാക്കി അങ്ങനെ പോയപ്പോ അതുകൊണ്ട് ഒരു കാര്യം ചെയ്തോ, പതുക്കെ പോലെ നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞപ്പോ ഓങ്ങനെ വിറക്കിയാണ്. നേരെ അപ്പുറത്ത് ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ഗസ്റ്റ് ഹൗസിൽ ജീപ്പിൽ അവരെ കയറ്റി എത്തിയപ്പോ ഈ നിങ്ങളുടെ നാട്ടുകാരായിട്ടുള്ള സുനിൽ എന്ന് പറയുന്ന സാർ, തൊട്ടപ്പുറത്തെ വീട് സുനിൽ സാറാണ് ഞങ്ങളുടെ ലീഡിംഗ് ഓഫീസർ. സുനിൽ സാറിന്റെ കാൽക്കൽ വീട് കരഞ്ഞുകൊണ്ട് അവർ പറഞ്ഞൊരു വാക്കുണ്ട്, രക്ഷിതാക്കൾ കേട്ടു. ഇത്
കുട്ടികൾ കേൾക്കേണ്ടതല്ല, രക്ഷിതാക്കൾ കേൾക്കേണ്ടതാണ്. കാരണം കുട്ടികൾക്കുള്ള കുട്ടികളെ രണ്ട് കൂട്ടി എല്ലാവരും കൊണ്ടാണ് പറയണേ. ഓൻ പറയേണ്ടത്, സാറേ നിങ്ങൾക്ക് എത്ര പൈസ വേണമെങ്കിൽ തരാം. ഞങ്ങൾ വലിയ പൈസ ഒരുപാട് പൈസ ഉണ്ടാ. അല്ല സാറേ കളിയാക്കില്ല സാറേ. പിന്നെ എന്ത് നിങ്ങൾ ഈ കാര്യം അച്ഛനോടും കൂടെ പറയല്ലേ? എന്താ പറഞ്ഞ സാറേ, ഇതിന്റെ അച്ഛനമ്മയെ അറിഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്ന കാര്യം പോലെ അറിഞ്ഞാൽ ആ നിമിഷം ഒരു മരിക്കും സാറേ, ഒരു മരിച്ചു കളയും സാറേ. അപ്പൊ ഞങ്ങൾ ചോദിച്ചോടാ, ഇത്ര സ്നേഹത്തോടാ അച്ഛനോട് അമ്മോടും, പിന്നെ എന്തിനാണ് പണിക്ക് പോയേ എന്ന് പറഞ്ഞപ്പോ അവൻ പറഞ്ഞ മറുപടി രക്ഷിതാക്കൾ കേട്ടോളൂ. പ്രത്യേകിച്ച് ഈ ഒരു സംഘടന സൈൻ ഒരു വിദ്യാഭ്യാസപരമായിട്ട് കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു സംഘടനയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അവൻ പറഞ്ഞ വാക്ക്, അവൻ ഹൈസ്കൂൾ തലത്തിൽ പഠിക്കുമ്പോ അത്രയും ബ്രില്യന്റ് ആയ വിദ്യാർത്ഥി ക്ലാസ്സിൽ ഒന്നാമനാണ്. മറ്റുള്ള വിദ്യാർത്ഥികളിൽ നിന്നും വ്യത്യസ്തനായിട്ട് അവിടെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്താ പ്രത്യേകത എന്ന് പറയും, നമ്മുടെ രക്ഷിതാക്കൾ പറയും, ഇതുപോലെയുള്ള നമ്മുടെ അധ്യാപകർ പറയും, ഈ സിലബസിനകത്ത് മാത്രം നിൽക്കാതെ മറ്റുള്ള ലൈബ്രറിയിൽ പോയിട്ട് മറ്റുള്ള മേഖലയിലുള്ള പുസ്തകങ്ങൾ കൂടി എടുക്കണം, വായിക്കണം എന്ന് പറയാറുണ്ട്. വായനാശീലം വളർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കാറുണ്ട്. പക്ഷെ വായിക്കാൻ പൊതുവെ മക്കൾക്ക് മടിയാണ്. അങ്ങനെയാണോ? ആണോ? അല്ല, നിങ്ങൾ മിടുക്കന്മാരാണ്. പക്ഷെ അങ്കിളിന്റെ ഒരു കാര്യം പറയട്ടെ, മക്കളോടാണ്. അങ്കിൾ നല്ല മടിയായിരുന്നു. എനിക്ക് നല്ല ബുക്സ് ഒക്കെ വായി തന്നിരുന്നു. കുട്ടികളോടാണ് പറയുന്നത് വന്ന്. പക്ഷെ എനിക്ക് നല്ല മടിയായിരുന്നു. അപ്പൊ വല്ലാതൊന്നും വായിച്ചിരുന്നില്ല. മടിയായിരുന്നു പറയാൻ എനിക്കൊരു മടിയില്ല. പക്ഷെ അന്ന് മടിയാക്കിന്റെ ബുദ്ധിമുട്ട് ഇപ്പൊ ഞാൻ ശരിക്കും അനുഭവിക്കുന്നത്. അതുകൂടി പറയട്ടെ, അതുകൂടി കേട്ടു. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാലോ വിളയും, 100 പേര് വിളയും. വായിച്ചാലോ വായിച്ചില്ലെങ്കിലോ വളയും. അത് പറഞ്ഞത് കുഞ്ഞുണ്ണി മാഷാണ്. കുഞ്ഞുണ്ണി മാഷ് അറിയില്ലേ? കുഞ്ഞുണ്ണി മാഷ് എന്ന് പറഞ്ഞൊരു കൊച്ചു കളിയുണ്ടായിരുന്നു. മാഷെ കൂടെ ഞാൻ 2 വർഷം ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ സമയത്ത് പോണില്ല. മാഷാണ് പറഞ്ഞാൽ വായിച്ചാലും വളരെ, വായിച്ചില്ലെങ്കിലും വളരെ, വായിച്ചാൽ വിളയും. അപ്പൊ ഞാൻ നന്നായി വായിച്ചതിലെ കുറച്ച് വായിച്ചിരുന്നു, അതുകൊണ്ട് വളഞ്ഞില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ വേണ്ടത്ര വിളഞ്ഞില്ല. എനിക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലായത്, വായിച്ച ഒരുപാട് ഗുണങ്ങളുണ്ട്, പക്ഷെ എനിക്ക് മനസ്സിലായ ബുദ്ധിമുട്ട് ഇതുപോലെ വലിയൊരു വേദി, വലിയൊരു സദസ്സ്, ഇതിൽ കൂടുതൽ 10,500 ആൾ ഇരിക്കുന്ന ഒരു സദസ്സ് JMHS എന്നുള്ള സ്കൂളിൽ ഇപ്പോൾ തിരൂര് അവരെ പ്രോഗ്രാം നടക്കുകയാണ്. ഉദ്ഘാടനത്തിന് ഇന്ന് CI സാർ വന്ന പോലെ അന്ന് വന്നത് DYSP സാർ, ബെന്നി സാർ വന്നിരിക്കുന്നു. ഞാൻ അപ്പുറത്തിരിക്കുന്നു. അപ്പൊ ഉദ്ഘാടന സമയത്ത് ബെന്നി സാർ പറഞ്ഞു, സാന്ദർഭികമായിട്ട് പറഞ്ഞു, 20 വർഷമായി ഞാൻ പോലീസിൽ വർക്ക് ചെയ്യുമ്പോ എന്തൊരു അനുഭവം പറയാം. അപ്പൊ ഞാൻ ഓർത്തോടെ ഇരുന്നുകൊണ്ട് ഞാൻ ഓർത്തേ, ബെന്നി സാർ 20 കൊല്ലമായിട്ടുള്ളൂ. 20 വർഷമായപ്പോഴേക്കും അദ്ദേഹം DYSP, ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് എന്ന് പറഞ്ഞ വലിയൊരു പദവിയിൽ, ജില്ലാ മേധാവിയുടെ തൊട്ടടുത്തുള്ള ഒരു പദവിയിൽ ഒരുപാട് നക്ഷത്രങ്ങൾ ഇങ്ങനെ തോളിൽ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ ഞാൻ ഓർത്തു, ദൈവമേ, 24 വർഷമായിട്ടുണ്ടായിരുന്നു ഞാൻ. 20 പറഞ്ഞ സമയത്ത് ഞാൻ 24 വർഷമായിട്ടുണ്ടായിരുന്നു പോലീസിലും എക്സൈസിലും. ഞാൻ ഓർത്തു, ദൈവമേ, 24 വർഷമായ ഞാൻ ഒരു നക്ഷത്രം പോലും തോളിൽ വരാതെ ഇത് പഠിത്തിരിക്കുന്നതാട്ടോ. അന്നില്ല ഈ നക്ഷത്രം പഠിത്തിരിക്കുക, അത് അന്നിതുമില്ല. അപ്പൊ ഞാൻ ഓർത്തത് 24 വർഷമായ ഞാൻ ഒരു നക്ഷത്രം പോലും തോളിൽ വരാതെ ഇരിക്കുകയാണല്ലോ എന്ന് ചിന്തിച്ചു പറഞ്ഞ ഉത്തരം എനിക്ക് അപ്പൊ കിട്ടി. കാരണം അദ്ദേഹം വായിക്കേണ്ട സമയത്ത് നന്നായി വായിച്ചു. ഞാൻ വായിക്കേണ്ട സമയത്ത് ഞങ്ങളുടെ കലയക്കാട് വളാഞ്ചേരി റൂട്ടിൽ ഒരുപാട് പറങ്ങുമാവുണ്ടായിരുന്നു. അതിന് നിർത്തിച്ച് നടന്നു. വല്ല കാര്യമില്ല. അന്ന് വായിക്കേണ്ട അങ്ങനെ വായിക്കട്ടെ, വേണ്ടേ? അന്ന് വായിക്കേണ്ട അന്ന് തന്നെ വായിക്കണം. ഇപ്പൊ വായിച്ചാലും ഗുണമാണ്, പക്ഷെ നമ്മൾ വിചാരിച്ച ഈ ഗുണങ്ങൾ കിട്ടില്ല. അന്ന് നന്നായി വായിച്ചിരുന്നെങ്കിൽ എനിക്കും ഒരു 2-3 നക്ഷത്രങ്ങൾ വെച്ചിരിക്കാമായിരുന്നു എന്ന് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് മക്കളെ, ഇപ്പൊ വായിക്കേണ്ടത് ഇപ്പൊ തന്നെ വായിക്കണം. കൈ കിട്ടുന്നതെല്ലാം നല്ല കാര്യങ്ങളെല്ലാം വായിക്കണം, നല്ല അറിവുണ്ടാക്കണം. ഞങ്ങളുടെ കുറ്റിപ്പുറം ഓഫീസിൽ ഉണ്ടായിരുന്ന ഒരു ഇൻസ്പെക്ടർ ഉണ്ട്, സാദിഖ് എന്ന അദ്ദേഹത്തിന്റെ പേര്. 26 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളെ പോലത്തുള്ള 48-49 വയസ്സുള്ള ആൾക്കാർ രാവിലെ കയറി ചെല്ലുമ്പോ അദ്ദേഹം ക്യാബിനകത്ത് ഇരിക്കുന്നുണ്ടാവും. ഞങ്ങളിങ്ങനെ വലിച്ചു മുറുക്കി അദ്ദേഹത്തിന് സല്യൂട്ട് ചെയ്യും. ആ സല്യൂട്ട് സ്വീകരിക്കുന്ന ഒരു പദവിയിൽ 26-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഇരിക്കുമ്പോ അദ്ദേഹത്തോട് ഞാൻ സംസാരിക്കാറുണ്ട്. അദ്ദേഹം എന്നോട് പറയാം, ഗണേഷ്, ഞാൻ എന്നെ ഗണേഷ് പോലെ ഗണേശേട്ടാന്നൊക്കെ വിളിക്കാൻ അദ്ദേഹത്തിന് പ്രായമുണ്ട്. എന്നെ വിളിക്കേണ്ട കാര്യമില്ല, എന്നാൽ പോലും അദ്ദേഹം വിളിക്കും, ഗണേശേട്ടാ, ഞാന് അന്നന്ന് നാളേക്ക് അരി ഇന്ന് വാങ്ങിക്കൊണ്ടുപോരുന്ന. അത് പറയുമ്പോ അദ്ദേഹത്തിന് ഒരു മോശമൊന്നും ഇല്ലാച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം അത് പറയുന്നത് കുഴപ്പമില്ല, ഞാൻ വിശ്വസിക്കുന്നു. മക്കൾക്ക് മോട്ടിവേഷന് വേണ്ടി മാത്രം പറയാം. അന്ന് നാളേക്കുള്ള അരി ഇന്നാണ് വാങ്ങിക്കൊണ്ടുവരിക. അത്രയും പ്രാരാബ്ദമുള്ള ഒരു വീട്ടിൽ ഉപ്പ ചെറുപ്പത്തിലേ മരിച്ചുപോയി ജീവിച്ച ഞാൻ അങ്ങനെ വളർന്നു വന്നത്. പക്ഷെ വളർന്നു വരുന്ന ഘട്ടങ്ങളിലെല്ലാം ഞാൻ മദ്രസയിൽ പോവും, മഹലിൽ പോവും, പള്ളിയിൽ പോവും, വായനശാലയിൽ പോവും, കിട്ടുന്ന പത്രങ്ങൾ മുഴുവൻ വായിക്കും. അതുകൊണ്ട് അന്നന്നത്തെ കാര്യങ്ങൾ എനിക്ക് കൃത്യമായിട്ട് എന്റെ ബ്രെയിനകത്ത്, ഞാൻ എക്സാം എഴുതാൻ പോകുമ്പോൾ എനിക്ക് അപ്ഡേറ്റ് കാര്യം ഒന്നും എനിക്ക് പഠിക്കേണ്ടി വന്നിട്ടില്ല. ക്വസ്റ്റ്യൻ വരും, അപ്പൊ തലച്ചോറെടുത്ത് തരും. അദ്ദേഹം ഇൻസ്പെക്ടറായിട്ട് നേരിട്ട് 2 നക്ഷത്രം വെച്ച് ഇൻസ്പെക്ടറായിട്ട് അദ്ദേഹം ജോലിയിൽ കയറുകയാണ്. വായനയാണ് അദ്ദേഹത്തിനാണ് എത്തിച്ചത്.
അപ്പൊ വായിക്കണം. ഞാൻ പറഞ്ഞു വന്നത്, ഈ പിടിച്ചുകൊണ്ടുവന്ന അവൻ നന്നായി വായിക്കുന്ന ആളായിരുന്നു, നല്ല അറിവുള്ളതായിരുന്നു. +2 99% മാർക്കോടെ പാസ്സായി. ഈ രക്ഷിതാക്കൾ കേട്ടോളൂ, +2 പാസ്സായി. അവൻ രക്ഷിതാക്കളോട് പറഞ്ഞു, എനിക്ക് ഈ കോഴ്സിൽ പോകണം, എന്റെ ആഗ്രഹം ഈ കോഴ്സാണ്. രക്ഷിതാക്കൾ പക്ഷേ അവന്റെ ആഗ്രഹത്തിന് വിരുദ്ധമായി അവൻ ആദ്യം ഒരു കോഴ്സ് നിശ്ചയിച്ചിട്ടുണ്ട്, ഇവൻ ഈ കോഴ്സിൽ പോയാൽ മതി. കേട്ടോളൂ, മക്കളുടെ എല്ലാ ആഗ്രഹങ്ങളും എല്ലാ വാശികളും സാധിച്ചു കൊടുക്കണം ഞാൻ പറയില്ല. മക്കളെ ഓർത്തോ, നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ഒന്നും സാധിച്ചോളണമെന്നില്ല. പക്ഷെ രക്ഷിതാക്കൾ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം, അവർ പറയുന്നത് കൂടി കേൾക്കണം, അത് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ രക്ഷിതാക്കൾ കേൾക്കുക, അവരുടെ ആഗ്രഹത്തിന് വിരുദ്ധമായിട്ട് അവർക്ക് എത്ര വേണ്ട എന്ന് പറഞ്ഞിട്ടും അവരെ അത് അടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ അവർ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. കോഴ്സുകൾ തീരുമാനിക്കുമ്പോ നമ്മൾക്ക് നല്ലതാണെന്ന് തോന്നുന്ന കോഴ്സുകൾ ഇതുപോലുള്ള സംഘടന, ഇതുപോലുള്ള പ്രസ്ഥാനങ്ങളിലൂടെ അത് പറഞ്ഞു തരും, അതിന്റെ ഗുണങ്ങൾ അറിയും. അത് അറിഞ്ഞിട്ട് അവരത് മനസ്സിലാക്കിയിട്ട് ഈ കോഴ്സിൽ പോകട്ടെ എന്ന് അവർ കൂടി കൺവിൻസ് ചെയ്ത് തീരുമാനിക്കട്ടെ. അവരെ കൂടി സമ്മതത്തോടു കൂടി തീരുമാനിക്കണം. അതല്ലാതെ അവരുടെ സമ്മതമില്ലാതെ ഒരിക്കലും അവർക്ക് വേണ്ട എന്ന് തോന്നിയാൽ അവരെ അടിച്ചേൽപ്പിക്കരുത്. അത് അടിച്ചേൽപ്പിക്കുമ്പോൾ അവരാകെ ഡിസ്റ്റർബ്ഡ് ആവും. ഇവ പറയാണ്, ഞാൻ കരഞ്ഞു പറഞ്ഞു എനിക്ക് ഈ കോഴ്സ് പഠിക്കാൻ പറ്റൂല, എന്റെ ആഗ്രഹം ഇതാണ്, വേറെ കോഴ്സാണ്. അച്ഛനമ്മ സമ്മതിച്ചില്ല, കൊണ്ടുപോയി ചേർത്തു. ഇവിടെ ഏതിനപേക്ഷിച്ചാലും കിട്ടും, അത്രയും മാർക്കുണ്ട്. അപ്പൊ പറയാണ്, ക്ലാസ്സിൽ പോയിരിക്കും, അധ്യാപകർ വരും, ക്ലാസ് എടുക്കും, പക്ഷെ എനിക്കൊന്നും മനസ്സിലാവില്ല. കാരണം അവന്റെ മനസ്സിൽ കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്കിത് പഠിക്കാൻ പറ്റില്ല, എന്റെ ആഗ്രഹം ഇതല്ല. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചോളന്നില്ല. എന്നാൽ പോലും നമ്മുടെ മനസ്സില് നമ്മുടെ മനസ്സില് മക്കളോട് ചോദിക്കുന്നു, എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ, നമ്മൾ ആഗ്രഹിച്ച അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ലാസ്സിൽ പോയിരിക്കുമ്പോൾ മനസ്സോടെ പിടിച്ചു നിർത്താൻ പറ്റുമോ? ഇല്ല. നമ്മുടെ മനസ്സിൽ വിഷമമുണ്ട്, നമുക്ക് ഒരിക്കലും ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റില്ല. ക്ലാസ്സിൽ ഇരിക്കും, പക്ഷെ നമ്മുടെ മനസ്സ് അവിടെ ഉണ്ടാവില്ല, അല്ലേ? പോട്ടെ, നമ്മുടെ മനസ്സിൽ കള്ളമുണ്ടെങ്കിൽ നമ്മൾ കള്ളത്തരം ചെയ്തു. സമൂഹത്തിലും നമ്മുടെ സമുദായത്തിലും നമ്മൾ പഠിച്ച കാര്യത്തിലും വിരുദ്ധമായിട്ട് ഒരു തെറ്റ് നമ്മൾ ചെയ്തിട്ട് നമ്മൾ പോയിരുന്നാൽ ആ തെറ്റ് നമ്മുടെ തലയിൽ കിടന്നിട്ട് തലയ്ക്കും. അയ്യോ, ഞാനത് ചെയ്തിട്ടുണ്ട്, അറിയാം, കുഴപ്പമോ ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ക്ലാസ്സിൽ ഇരിക്കുമ്പോ നമ്മുടെ മനസ്സിൽ കള്ളം പാടില്ല, വിഷമം പാടില്ല, ഭാരമില്ലാത്ത മനസ്സായിട്ട് ക്ലാസ്സിൽ ഇരിക്കണം. അങ്ങനെ ഭാരമില്ലാത്ത മനസ്സുമായിട്ട് ഈ മക്കളെ ക്ലാസ്സിൽ ഇരിക്കണമെങ്കിൽ രക്ഷിതാക്കൾ വീട്ടിൽ സമാധാനം കൊടുക്കണം, വീട് സ്വസ്ഥമായിരിക്കണം. വീട്ടിൽ സ്വസ്ഥത ഉണ്ടെന്നുള്ള രക്ഷിതാക്കൾ ആലോചിക്കുക. വീട്ടിലെ ഉമ്മയും ഉപ്പയും എന്നും വഴക്ക്, എന്നും കച്ചറ, എന്നും പ്രശ്നം, ഇത് കണ്ടു വളരുന്ന മക്കളുടെ മനസ്സിൽ അത് വലിയ പിരിമുറുക്കങ്ങൾ ഉണ്ടാക്കും. ഏതായാലും ക്ലാസ് പോയിരിക്കും, ഒന്നും മനസ്സിലാവില്ല. 3 4 മാസം 6 മാസം കഴിഞ്ഞു, അവൻ ഒന്നും പഠിച്ചിട്ടില്ല. ആദ്യത്തെ പരീക്ഷ നടന്നതിൽ തോറ്റു. അവൻ പറഞ്ഞത് അതുപോലെ പറയാണ്, കേട്ടോളൂ രക്ഷിതാക്കൾ, കേട്ടോളൂ കുട്ടികൾ, കേട്ടോളൂ. അവൻ പറയാണ്, ഞാൻ തോറ്റു, പക്ഷെ ഇത് വീട്ടിൽ അറിയിക്കാൻ പറ്റില്ല, അതുകൊണ്ട് അന്ന് രാത്രി ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ നിങ്ങൾ കരുതും ഒരു പരീക്ഷയിൽ തോറ്റതിന് ആത്മഹത്യ ചെയ്യൂ? എത്ര എളുപ്പമുണ്ട്, എത്ര എളുപ്പം! ഒരുപാട് അനുഭവമുണ്ട്. ഒരു പരീക്ഷയിൽ തോറ്റതിന് എത്ര കുട്ടികൾ ആത്മഹത്യ ചെയ്തു? ഒരു മീൻ കുഞ്ഞ്, വളർത്തിയ ഒരു മീൻകുട്ടി ചത്തുപോയതിനാണ് ഒരു കുഞ്ഞ് ആത്മഹത്യ ചെയ്തത്. മക്കളുടെ മനസ്സങ്ങനെ ഈ കടുപ്പമില്ല, ഇത്ര ലളിതമായ മനസ്സാവരുത്. കുറച്ച് പ്രതിസന്ധികളൊക്കെ ജീവിതത്തിൽ വരും, നമ്മൾ മനസ്സിലാക്കണം. ഏതായാലും ഇവ പറയാണ്, ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു, ഹോസ്റ്റലിൽ 5ാം നിലയിൽ കയറി ചാടണം. പക്ഷേ അടുത്ത കാര്യം പറഞ്ഞപ്പോഴേക്കും അവന്റെ കണ്ണുകൾ വിടർന്നു, മുഖത്തൊരു മാറ്റം, ഒരു ഊർജ്ജസ്വലത. അവൻ പറയണ്ട, സാറേ ഞാൻ മരിച്ചില്ലല്ലോ, ഞാൻ ആത്മഹത്യ ചെയ്തില്ലല്ലോ, ഞാൻ മരിച്ചില്ല, ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ 100% കടപ്പാടും എനിക്ക് എന്റെ കൂട്ടുകാരാണ് സാറേ, എന്റെ കൂട്ടുകാരാണ് സാറേ എന്നെ രക്ഷപ്പെടുത്തിയത്. നല്ല കാര്യം അല്ലേ? അത് കേട്ടപ്പോൾ നമുക്ക് കൂട്ടുകാരെ രക്ഷപ്പെടുത്തി, എന്റെ കൂട്ടുകാർ വേണം അല്ലേ? കൂട്ടുകാരാണ് സാറേ എന്നെ രക്ഷപ്പെടുത്തിയേ, അവരാണ് സാറേ എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചേ. പക്ഷെ ഒരു കാര്യം കൂടി പറഞ്ഞു, അതുകൂടി കേട്ടോളൂ. കൂട്ടുകാരാണ് സാറേ എന്നെ രക്ഷപ്പെടുത്തിയേ, അവരാണ് സാറേ എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചേ, അവരാണ് സാറേ എനിക്ക് ആദ്യമായിട്ട് ഈ സാധനം തന്നെ. ആര്? കൂട്ടുകാര്. വെറും കൂട്ടുകാരല്ല, ചങ്ക്. വെറും ചങ്കല്ല, ചങ്ക് ബ്രോ. ഇപ്പൊ വേറെന്താ പേരല്ലേ, ബെസ്റ്റി അല്ലേ? ബെസ്റ്റി ഇല്ലേ? ഇപ്പൊ ബെസ്റ്റി, ചങ്ക് ബ്രോ. അതാണ് മക്കളെ, കൂട്ടുകാർ വേണം, യാതൊരു സംശയമില്ല. നമുക്ക് നല്ല കൂട്ടുകാർ വേണം, നന്മ പറഞ്ഞു തരാൻ, നല്ലത് കാണിച്ചു തരാൻ. താഴെ പെൺകുട്ടികൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർ കേട്ട മക്കളെ, നല്ല കൂട്ടുകാരികൾ വേണം. നമ്മൾ തെറ്റിലേക്ക് പോകുമ്പോ ആ തെറ്റിന് കൂട്ടു നിൽക്കുന്ന കൂട്ടുകാരി അല്ല നല്ല കൂട്ടുകാരി. അവന് തെറ്റിലേക്ക് പോകുന്നുണ്ട്. നമുക്ക് ഈ നമ്മുടെ സന്മാർഗ ബോധത്തിന് തെറ്റായിട്ടുള്ള കാര്യത്തിലേക്ക് പോകുമ്പോ, ഇത് ഞങ്ങൾ കൂട്ടുക കേട്ടോ, നീ ഇത് ഇനി റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നിന്റെ ഉമ്മയോട് ഞങ്ങൾ പറഞ്ഞു കൊടുക്കും എന്ന് പറയുന്ന കൂട്ടുകാരി നല്ല കൂട്ടുകാരി. ഇവൻ പറയാണ്, പറഞ്ഞ കൂട്ടുകാരൻ സാറെ രക്ഷപ്പെടുത്തിയേ, അവരാണ് സാറെ എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചേ. രാത്രി
ആ സമയത്ത് ഇവർ എണീറ്റ് പോയപ്പോ, അതായത് പരീക്ഷ ആൻസർ ഷീറ്റ് കിട്ടിയപ്പോ ഇവർ അസ്വസ്ഥതയുണ്ട്. അപ്പൊ രാത്രി ആ സമയത്ത് എണീറ്റ് പോയപ്പോ ഇവർ പിന്നാലെ പോയി, കൂട്ടുകാർ പോയി. അങ്ങനെ ഹോസ്റ്റലിൽ 5ാം നിലയിൽ കയറി അങ്ങേ തലയ്ക്ക് ഇവർ നടന്നു പോകും. ഇവർ എന്താ ഇവിടെ പോണേ, പിന്നാലെ പോയി അങ്ങേ തലയ്ക്ക് പോയി. ഇവർക്ക് മനസ്സിലായി ഇവർ ചാടാനുള്ള പരിപാടി കേട്ടാ. ഇവർ പകലെ ആകെ അസ്വസ്ഥത കാണിക്കുന്നുണ്ട്. ഇവർ പോയി പിടിച്ചപ്പോ അവൻ പറഞ്ഞു, എന്നെ വിട്, എനിക്ക് മരിച്ചാൽ മതി, എന്നെ വിട്. അപ്പൊ അവൻ ചോദിക്കുകയാണ്, മരിക്കേ അത് എന്തൊട്ട് പറഞ്ഞാണ് നീ പറയണേ? ദൈവം തന്ന ജീവിതം വെറുതെ അവസാനിപ്പിക്കേണ്ടതാണോ? ആണോ? എൻജോയ് ചെയ്യണ്ടതാ, മരിച്ച കഴിഞ്ഞ നിങ്ങൾ വേണം. ആരാ പറയണേ? ആരാ പറഞ്ഞ? ചന്ദ്. നിങ്ങളോട് നിന്റെ ടെൻഷനുമായിട്ട് നീ എന്തിനു നീ എന്തിനാ മരിക്കണേ, നിങ്ങളാ എന്ന് പറയുമ്പോ അവൻ പറയും, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, പിടച്ചടാ, സൂപ്പറാടാ, നല്ല സാധനടാ, എനിക്ക് വേണ്ട. എന്റെ ഉമ്മ പറഞ്ഞ, ഓ നിന്റെ ഉമ്മ എവിടെ അറിയണടാ, നിന്റെ ഉമ്മയെന്ന് അറിയാൻ പോണില്ല, ഇത് ആരും അറിയില്ല, ഇതിന് കുഴപ്പമൊന്നുമില്ല, ഇത് മരുന്നടാ, ഇതിന് മണമൊന്നുമില്ല, ഇത് പ്രശ്നം, നിങ്ങൾ പാടാൻ എന്ന് പറയുമ്പോ വീണ്ടും വേണ്ട എന്ന് പറഞ്ഞാൽ അത് ആൺകുട്ടിയാണെങ്കിൽ, മക്കളെ കേട്ടോ, ആൺകുട്ടികളാണെങ്കിൽ അവസാനം ഒരു ചോദിക്കും, അതിന് നിങ്ങൾ വീട് ഉറപ്പാ. എന്താ ചോദിക്കാറിയോ? അല്ലേ എന്നോട് പറഞ്ഞിട്ട് എല്ലാ കാര്യം നിങ്ങളൊക്കെ എന്തിനാ പറയണേ? ഈ ആണാണോ ആണാണോ എന്ന് ചോദിച്ചാൽ ഒരു തരിക്ക്, അയ്യോ ഞാനാണാണല്ലോ, അയ്യോ ഞാനാണാണല്ലോ. ആണത്തെ തെളിയിക്കാൻ വേണ്ടി ആദ്യത്തെ സാധനം ചുണ്ടിലേക്ക് വയ്ക്കും. തുടങ്ങി നിന്റെ കുഴപ്പമെന്താ? ക്ലാസ്സിൽ പോയത് അധ്യാപകർ പറഞ്ഞൊന്നും മനസ്സിലാവില്ല, അതേ പ്രശ്നം. നീ ഒരു കാര്യം ചെയ്യും, ക്ലാസ്സിൽ പോണേക്ക് 1 മണിക്കൂർ മുമ്പേ പിടക്കി പോയിരുന്നോ? അധ്യാപകർക്ക് ക്ലാസ് എടുക്കുമ്പോ നീ ശ്രദ്ധിക്കുന്നു വേണ്ട, അവർ പറയുന്ന കാര്യങ്ങൾ നിന്റെ ചെവി തട്ടിയാൽ മതി. ആ തട്ടുന്ന വാക്കുകൾ നമ്മുടെ ബ്രെയിനകത്ത് അത് സേവ് ചെയ്തിട്ട് അവിടെ ഇരിക്കും. നമ്മുടെ തലച്ചോറ ചെവിയുടെ തൊട്ട് മുകളില ബ്രെയിൻ, അതിൽ പോയിട്ട് സേവ് ചെയ്തിട്ട് അവിടെ ഇരിക്കും. അതാണ് ഈ മരുന്നിന്റെ പ്രത്യേകത. ആരാ പറയണേ? ചന്ദ് പറയണ്ട, കൂട്ടുകാർ പറയുന്നത്. ഇങ്ങനെ പലതും പറയും. ഇങ്ങനെ അതാണ് ഈ മരുന്നിന്റെ പ്രത്യേകത. ഏതായാലും ഇവരെ ഇറക്കി വിട്ടു, അവരെ കൊണ്ട് ചികിത്സിച്ചു. അച്ഛനൊരു ഗസറ്റഡ് ഓഫീസറാണ്, അമ്മ ഒരു ഹൈസ്കൂൾ അധ്യാപികയാണ്. അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. നിങ്ങൾക്ക് കേൾക്കുമ്പോ ആകെ പെട്ടെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ആകെ പ്രശ്നമാക്കരുത്, നിങ്ങൾ സംയമനത്തോടു കൂടി ഈ കാര്യം ചെയ്യണം. അവരെ കൊണ്ടുപോയി ചികിത്സിക്ക് ഭേദപ്പെടുത്തി. അവൻ ബിടെക് കംപ്ലീറ്റ് ചെയ്തു, മുകളിലുള്ള കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോ ഗൾഫിൽ 3 ലക്ഷം രൂപ അവന് ശമ്പളമുണ്ട്. കഴിഞ്ഞ ലീഗിൽ നാട്ടിൽ വന്നപ്പോ അവൻ ഞങ്ങളെ സുനിൽ സാറേയും എന്നെയും അവന്റെ സ്വന്തം കാറിൽ ഒരു 50 ലക്ഷം രൂപ എടുത്തൊരു കാറായിട്ട് സ്വന്തമായിട്ട് വാങ്ങിയതാണ്. എന്നിട്ട് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി പൊന്നാനി ചമ്മറോളം ജംഗ്ഷനിൽ ഒരു ഫേമസ് ബേക്കറി ഉണ്ട്. ഫേമസ് ബേക്കറി കൊണ്ടുപോയിട്ട് അവൻ പറയാം, സാറേ എന്തെങ്കിലും കഴിക്കും സാറേ, എന്റെ സന്തോഷം കൊണ്ടാണ് സാറേ, നിങ്ങളാണ് എന്നെ രക്ഷപ്പെടുത്തിയത്, നിങ്ങളാണ് എന്നെ പിടിച്ചില്ലായിരുന്നെങ്കിൽ ഒരു ഭ്രാന്തനായിട്ട് ഞാൻ നടക്കുമായിരുന്നു എന്ന് കേട്ടപ്പോ ഞങ്ങൾക്ക് വല്ലാത്തൊരു സന്തോഷം, ഒരാളെ രക്ഷപ്പെട്ടല്ലോ. പക്ഷേ അവിടെ പക്ഷേ കേട്ടോളൂ, അവൻ തീവ്രമായി അടിമപ്പെട്ടതാണ്. എന്നിട്ട് തിരിച്ചു വന്നു. അങ്ങനെ തിരിച്ചു വന്നതിനെ കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാൻ എന്റെ 26ാമത്തെ കൊല്ലത്തെ പോലീസിലും എക്സൈസിലുമായിട്ട് 26 വർഷമായി അനുഭവത്തിൽ വളരെ ചെറിയ വിരലെണ്ണാവുന്ന അനുഭവങ്ങളിൽ തീവ്രമായി അടിമപ്പെട്ട് തിരിച്ചു വന്നവർ. ഒരു ഫുൾ സ്റ്റെപ്പ് വെച്ചാൽ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം, തുടക്കക്കാരെ തിരിച്ചു കൊണ്ടുവരാം. 100 ആയിരക്കണക്കിന് ആൾക്കാരെ നമ്മൾ ചികിത്സിക്കാൻ നമ്മുടെ ഡി അഡിക്ഷൻ സെന്റർ ഉണ്ട്. വിമുക്തി സർക്കാരിന്റെ കീഴിൽ വിമുക്തിയുടെ കീഴിൽ സൗജന്യമായ ചികിത്സകളുണ്ട്. ഇവിടെ കൊണ്ടുപോയിട്ട് ചികിത്സിച്ചിട്ട് ഭേദമാക്കി. പക്ഷെ തീവ്രമായ പ്രശ്നം ഒറ്റ കാരണം പറയാം, അതിന്റെ തീവ്രത ഭയങ്കര. ആ തീവ്രത ഞാൻ പറയുന്നത് ഇത് കേൾക്കുന്ന രക്ഷിതാക്കളും കുട്ടികളും അവരെ പരസ്പരം കൈമാറി ഒരു ലഹരിയിൽ അടിമപ്പെട്ട് കഴിഞ്ഞാൽ ഇതാണ് സംഭവിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്തിയാൽ അത് കേൾക്കുന്ന കുട്ടികളെങ്കിലും അതിലേക്ക് വരാതെ, അല്ലെങ്കിൽ എപ്പോഴേക്കും ഉപയോഗിക്കാനൊരു ചാൻസ് കിട്ടുമ്പോ ഇതിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം കിട്ടോ, ഇപ്പൊ കാണുന്ന സാധനമല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ഇത് ഉപയോഗപ്പെടുത്തി കൊടുക്കുക. കേട്ടോളൂ, വളാഞ്ചേരി വെച്ച് ഞങ്ങൾ ഒരാളെ വിളിച്ചു. 365 പൊതി ഒരു മയക്കുമരുന്നിന്റെ പേര് ഞാൻ പറയുന്നില്ല, കുട്ടികൾ ഇരിക്കുന്നുണ്ട്. കേട്ടോളൂ, 1 ഗ്രാം പോലും തികയാത്തൊരു സാധനം, പക്ഷെ 1 ഗ്രാം സ്വർണത്തിന്റെ വില ഉണ്ട്. പിടിച്ച ആള് 22 വയസ്സേ ഉള്ളൂ, നല്ല ചെറുപ്പക്കാരൻ, പക്ഷെ പാവാണ്, വളരെ പാവാണ്. പക്ഷെ എപ്പോഴോ സാഹചര്യം അവനെ ലഹരിയിൽ ചെന്നെത്തിച്ചു. ഉച്ചയ്ക്ക് പിടിച്ച് ഞങ്ങൾ ലോകത്തിൽ കൊണ്ടുപോയിട്ടു, അവിടെ കിടക്കുകയാണ്. ഞങ്ങൾ ചോറ് മുട്ട കൊടുത്തു, 2 പിടി വാങ്ങി നിന്ന് ബാക്കി കൊടുത്തു. പാവാണ് സാധനമാണ്, എപ്പോഴോ അറിയാതെ പെട്ടുപോയി. ആദ്യം ഇവന് വീട്ടില് അവൻ പറയണ വീട്ടിൽ നിന്ന് അവൻ എപ്പോഴോ എങ്ങനെയോ ആരോ കിലോമീറ്റർ പിടിപ്പിച്ചാ സൂപ്പറാണ് എന്ന് പറഞ്ഞപ്പോ എപ്പോഴോ ചുണ്ടിൽ വെച്ചു. ആദ്യം വെറുതെ കൊടുക്കും, പിന്നെ കുറച്ച് കഴിയുമ്പോ സാധനം ആവശ്യം വരും. അങ്ങനെ അവൻ വിൽക്കാൻ തുടങ്ങി. ഇടയ്ക്ക് അവൻ ജയിലിൽ പോയി കിടന്നു. എന്തിനാ? ഒരു സ്ത്രീയുടെ മാല പൊട്ടിച്ചത്. ഞാനിത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി സ്ത്രീയുടെ കഴുത്തിൽ മാല പൊട്ടിച്ചു. അതിന് ജയിലിൽ കിടന്നു ഇറങ്ങി വന്നപ്പോ വീണ്ടും ഇത് വിൽക്കുന്ന ആളെന്ന് പറഞ്ഞ് ചോദിച്ചു, എടാ ലേശം സാധനം കാട്ടാ. അവൻ പറഞ്ഞ പൈസ എവിടെ? പൈസ ഇല്ല. പൈസ വേണ്ട, പൈസ തരാൻ പറ്റില്ല. പൈസ വേണ്ട, ആദ്യം വെറുതെ തരും.
പൈസ വേണ്ട. എടാ പൈസ ഇല്ല, ഞാൻ ജയിലായിരുന്നു, നമുക്കറിയാം 8 മാസമായിട്ട് ജയിലായിരുന്നു. എടാ പൈസ വേണ്ട, പൈസ തരാൻ പറ്റില്ല. എടാ പൈസ കരഞ്ഞപ്പോ ഒന്ന് വാർത്തയാണ്. ഒരു 10 പേരെ കൊടുത്തു പറഞ്ഞു, നീ കൊണ്ടുപോകുമ്പോ കസ്റ്റമേഴ്സ് പുതിയ ആൾക്കാരുണ്ടാക്കി വിറ്റോ. പുതിയ കസ്റ്റമേഴ്സ് ഉണ്ടാക്കുമ്പോ നമ്മുടെ മക്കൾ പോകുന്ന വഴികളിലും വരും സാധനമായിട്ട്. വേണോ എന്നല്ല ചോദിക്കുക. ചിലപ്പോ നമ്മുടെ ആരെയും കൂടെ ബൈക്കിൽ കയറി പോകുന്നു, കാറിൽ കയറി പോകുന്നു, ലിഫ്റ്റ് ചോദിക്കുന്നു. ഈ പോണ ആളാരാ നമുക്കറിയില്ല. 2 ദിവസം പോയി 3 ദിവസം പോയി ആത്മഹത്യായി. ഒരു ദിവസം പോകുമ്പോ അയാളെ മിഠായി തരും, നമ്മളത് വാങ്ങി കഴിക്കും. അല്ലെങ്കിൽ വേണ്ടാന്ന് പറയും, മിഠായികളെ കഴിച്ചാ എന്ന് പറയുമ്പോ അയാൾക്ക് എന്താ തോന്നുക, അത് വാങ്ങി കഴിച്ചാൽ ചിലപ്പോ ആ മിഠായിലൂടെ ആയിരിക്കും കിട്ടുക. എങ്ങനെയായാലും ഇവർ അഴിമപ്പെട്ടു, അവർ വിൽപ്പന തുടങ്ങി, പിടിച്ചു കിടക്കുകയാണ്. പാവാണ് സാധാരണ ഒരു മൂലയിൽ ഇങ്ങനെ കിടക്കുകയാണ്. പക്ഷേ ഒരു 4-5 മണി സമയം, വൈകുന്നേരം 4 മണി സമയമായപ്പോ അവന്റെ സ്വഭാവം മാറി. ഈ സാധു എന്ന് പറഞ്ഞ ആള് അവിടെ ചാടി എണീറ്റ് ഞങ്ങളെ ലോകകപ്പിന്റെ വാതിലിന്റെ അവിടെ വന്നിട്ട് അവൻ ഞങ്ങളെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി, ഞങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല, ഞങ്ങൾ വേറെ എന്തോ ജോലി ചെയ്തോണ്ടിരിക്കുക, അവിടെ വന്നിട്ട് ഇങ്ങനെ വിളിച്ചു. അപ്പൊ ആ വലിയൊരു മാറ്റം. അപ്പൊ ഞങ്ങൾ നോക്കിയപ്പോ, ഞങ്ങൾ അവനെ നോക്കിയപ്പോ അവൻ ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കാതെ, നോക്കാം സാർ സാധനം വേണ്ട, കുറച്ച് സാധനം എന്താ സാധനം എന്ന് പറഞ്ഞപ്പോ അവൻ പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് ഞങ്ങളെ ചൂണ്ടകൾ, ആ ചൂണ്ടലിൽ അവൻ എല്ലാം പറയാനുള്ളതിനുണ്ട്, ഇങ്ങനെ കാണിച്ചു തരാമെന്ന് പറയുന്ന പോലെ അവിടെ പോയി കിടന്നു. 1 മിനിറ്റ് കിടന്നില്ല, അവിടെ ചാടി എണീറ്റ് അവൻ വന്ന് ലോകകപ്പിന്റെ വാതിലിൽ അവിടെ വന്ന് ഓൻ പറയാണ്, എനിക്ക് സാധനം തരാൻ പറ്റില്ലല്ലേ, നിങ്ങളുടെ വഴി ഇപ്പൊ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അവൻ ലോകകപ്പിന്റെ കുത്തനെയുടെ ഇരുമ്പിന്റെ കമ്പിയും മുണ്ട പിടിച്ച് അവന്റെ ക്ലോസിലുള്ള പട്ടയിൽ തല വെച്ച് അടിക്കാൻ തുടങ്ങി. അതിനകത്ത് കുലുങ്ങാണ്. ഞങ്ങൾ ഓടി വന്ന് അകത്ത് കയറുമ്പോഴേക്ക് നെറ്റി പിളർന്ന് രക്തം ഒഴുകുന്നു. അവരെ പിടിവിട്ട് പുറകിലെ ചുമരിലടിക്കുന്നു, താഴെ വീഴുന്നു, ശരീരം മൊത്തം മാന്തി പൊളിക്കുന്നു. ഞങ്ങൾ കയറി ബലം പ്രയോഗിച്ച് അവരെ കീഴ്പ്പെടുത്തി കയ്യിലും കാലും ബലം കെട്ട് അവനെ കുറ്റിപ്പുറം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ചെന്ന പാട് ഒരു ഇഞ്ചക്ഷൻ ചെയ്തു, നോർമലായി, ക്ലീൻ ചെയ്തു, സ്റ്റിച്ച് ചെയ്തു, ഡ്രസ് ചെയ്തു. ഡോക്ടർ പറഞ്ഞു ഒരു 2 മണിക്കൂർ കിടക്കട്ടെ, എന്നിട്ട് നോക്കാം. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്ത് ചെയ്യണം. ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു കുഴപ്പമില്ല, കൊണ്ടുപോകും. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, സാർ വലിയ ഭ്രാന്താണ് ഇപ്പം കാണിച്ചേ, നാളെ ബഹുമാനപ്പെട്ട ജഡ്ജിന്റെ മുന്നിൽ കൊണ്ടുപോകണം. വടകര കോടതി ബഹുമാനപ്പെട്ട ജഡ്ജിന്റെ മുന്നിൽ നിർത്തുമ്പോ കയ്യില് ഹാൻഡ് അപ്പ് ഇട്ടിട്ട് വിലം കെട്ടിട്ട് നിർത്താൻ പറ്റില്ല. അപ്പൊ അവിടെ സ്വതന്ത്രമായി നിർത്തുമ്പോ അവിടെ നിന്നാണ് ഈ ഭ്രാന്ത് വരണമെങ്കിലോ ചിലപ്പോ കൈ കിട്ടുന്ന സാധനം എടുത്തിട്ട് ഒരു ഒറ്റ അരക്കാതെ അരക്കിയാല് നമ്മളെ പണി പോകും. അപ്പോ എന്ത് ചെയ്യും? ഡോക്ടർ പറഞ്ഞു ധൈര്യമായിട്ട് കൊണ്ടുപോകുള്ളൂ. മിനിമം 24 മണിക്കൂർ നേരത്തിന് ഒരു ഭ്രാന്തും കാണിക്കില്ല. ഇപ്പൊ കാണിച്ച ഭ്രാന്ത് അത് മയക്കരുത് ഉപയോഗിച്ച സമയത്തുള്ള ഭ്രാന്തല്ല, ഉപയോഗിച്ച് ശീലിച്ച ഒരു വ്യക്തി. കേട്ടോളൂ, ലഹരി മരുന്ന് ചെന്ന് അഴിമപ്പെട്ടാലുള്ള അനുഭവം ഞാൻ പറയണേ. ഇത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ളതാണ്. അത് താഴെയിരിക്കുന്ന അമ്മമാരും രക്ഷിതാക്കളും നമ്മളെ ഒപ്പം ചേർത്ത് വെച്ച് ചെറിയ കുട്ടികൾ ആ പ്രായത്തിൽ അവരുടെ മനസ്സിലേക്ക് ഇത് പകർന്നു കൊടുക്കണം. അങ്ങനെ പകർന്നു കൊടുക്കുമ്പോൾ ആ ബോധത്തോടെ അവർ വളർന്നു വരുമ്പോ എന്ത് പ്രലോഭനങ്ങൾ വന്നാലും എനിക്കത് വേണ്ട എന്ന് പറയാനുള്ള തന്റേടം അവർക്കുണ്ടാവണം. ആ തന്റേടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇവിടെ നിർത്തിയത് ഇത് വിത്ഡ്രോവൽ സിസ്റ്റമാണ്. അതായത് ലഹരിക്ക് അടിമപ്പെടുന്ന വ്യക്തി ഏത് ലഹരി മരുന്ന് ഉപയോഗിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുന്ന സമയത്ത് അത് കിട്ടാതെ വരുമ്പോ ഒരു ദേഷ്യം വരും. ഇപ്പോ മക്കളെ നമ്മൾ സ്ഥിരം ചായ കുടിക്കുന്ന സമയത്ത് രാവിലെ ആ സമയത്ത് ഒരു ചായ കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നില്ല. പോട്ടെ, സിഗരറ്റ് വലിക്കുന്ന ആള്, വലിക്കുന്ന സ്മോക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അത് കുഴപ്പമാണെന്ന് ഞാൻ പറയും. വലിയ കുഴപ്പമാണ്, വലിയ കുഴപ്പമാണ്. പറയാൻ സമയത്തേക്ക് മണിക്കൂറോളം പറയണ്ട. അതിലേക്ക് പോവാതെ തൽക്കാലം പറയാണ്. അത് നിർത്താൻ പറ്റുന്നവർ നിർത്തണം. പക്ഷെ നിർത്താൻ പ്രയാസമാണ്. അതങ്ങനെ ശീലമാണ്. അപ്പൊ അത് വലിക്കുന്ന സമയത്ത് വലിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു അസ്വസ്ഥത വരും, ദേഷ്യം വരും. ഇപ്പൊ ഇങ്ങനത്തെ സദസ്സിലിരിക്കുകയാണ്, ഒന്ന് വലിക്കേണ്ട സമയം കഴിഞ്ഞു, എണീറ്റ് പോവാൻ നോക്കുമ്പോൾ ഉസ്താദ് അവിടെ നിന്ന് നമ്മളോട് മുണ്ട് മുമ്പ് ഇങ്ങനെ എടുക്കാം എന്ന് പറയുമ്പോ ഉസ്താദിനെ ഉപയോഗിച്ചവരിക്കും. പക്ഷെ ആ അസ്വസ്ഥതയെ ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റില്ല. മനസ്സിൽ തോന്നും ഈ ചെങ്ങൈന് വെപ്പം നിർത്തണാവും എന്ന് തോന്നും. അയാൾക്ക് തോന്നുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഏതായാലും അങ്ങനെ അസ്വസ്ഥത വരും. സിഗരറ്റ് വലിക്കുമ്പോൾ അങ്ങനെ അസ്വസ്ഥത വരും. കേട്ടോളൂ, അതവിടെ നിന്നു. മദ്യപിക്കുന്നവരാണെങ്കിൽ കൈയും കാലം പറക്കി എനിക്ക് നിൽക്കാൻ പറ്റൂല, അങ്ങനത്തെ അവസ്ഥ വരും. അടിച്ചാലേ എനിക്ക് നിൽക്കാൻ പറ്റും, അങ്ങനത്തെ അവസ്ഥ വരും. എന്നാൽ അതിന് മുകളിൽ ചില സാധനങ്ങളുണ്ട്, പേര് ഞാൻ പറയുന്നില്ല. ഒറ്റ പ്രാവശ്യം ഒന്ന് വലിച്ചാൽ പോലും അകത്തേക്ക് കയറി ആക്ട് ചെയ്ത് പിന്നെ അതിന് അടിമപ്പെടുന്ന ചില സാധനങ്ങൾക്കുണ്ട്, നമ്മുടെ ചുറ്റുപാടുകളുണ്ട്. ആ സാധനങ്ങൾ ഉപയോഗിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ, അതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയ ദേഷ്യമോ ചെറിയൊരു അസ്വസ്ഥതയല്ല വരിക, ഭ്രാന്ത് വരും. എന്തു ചെയ്യും? സ്വന്തം ബ്ലേഡ് എടുക്കും, കുപ്പിച്ചിലെടുക്കും, സ്വന്തം ശരീരം മുറിക്കും, സ്വന്തം ഇറച്ചി മുറിക്കും. മുറിച്ച് ആ രക്തം ഇങ്ങനെ ഇറച്ചി മുറിക്കും. ആ വേദനയിൽ ആനന്ദം കണ്ടെത്തും. ചിരിച്ചുകൊണ്ട് മുറിക്കുന്ന വീഡിയോ എന്റെ ഫോണിൽ നിരന്തരം കിട്ടും. ചിരിച്ചുകൊണ്ട്
ചിരിച്ചുകൊണ്ട് സ്വന്തം ഇറച്ചി കുടിക്കുക കണ്ടിട്ടില്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ രക്തം കുടിച്ചു നോക്കും, എന്തു ചെയ്യും? സ്വന്തം ഉമ്മയെ പിടിച്ച് കൊല്ലാൻ ശ്രമിച്ച 14 വയസ്സുകാരൻ ആ സമയത്ത് കിട്ടാത്ത ഭ്രാന്തായിരുന്നു അത്രേ. അപ്പൊ ഏതായാലും ഇത് വിത്രോപചിന്തമാണ്. ഉപയോഗിച്ച് ശീലിച്ച വ്യക്തികൾക്ക് അത് കിട്ടിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അത് മാനേജ് ചെയ്യാൻ വേണ്ടി ഇഞ്ചക്ഷൻ കൊടുത്തു. ഇത് 24 മണിക്കൂർ നേരത്തിന് അവൻ നോർമൽ ആയിരിക്കും. അതിന് മുമ്പ് നിങ്ങൾ ജയിലിൽ കൊണ്ടാക്കിക്കോ അല്ലെങ്കിൽ കോടതിയിൽ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. ഞങ്ങള് കുറ്റിപ്പുറം ഓഫീസിൽ കൊണ്ടുപോയിട്ടു. പിറ്റേ ദിവസം രാവിലെ അവനെ എണീറ്റ പാടെ അവൻ പ്രഭാതകർമ്മങ്ങൾ ഞാൻ പറഞ്ഞത് നല്ല കുട്ടിയാണ്, നല്ല സ്വബോധമുള്ള ആളാണ്. മയക്കുമരുന്ന് ഉപയോഗിക്കാത്തപ്പോ വിത്രോത്സവത്തിൽ ഇല്ലാത്തപ്പോ നല്ല സ്വബോധമുണ്ട്. എണീറ്റു, പ്രഭാതകർമ്മങ്ങൾ ചെയ്തു, അവനെ കൊണ്ടാൻ വേണ്ടി ലോകത്തിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് അവന്റെ ഉമ്മ മകനെ അറസ്റ്റ് ചെയ്തിട്ട് അറിഞ്ഞിട്ട് വരിക. രാവിലെ വരിക. അകലെ നിന്ന് നിഴലുപോലെ മൂന്നാളിൽ നടന്നു വരുന്നുണ്ട്. മനസ്സിലാവുന്നില്ല. പക്ഷെ ഇവരിങ്ങനെ ലോകപ്പം നോക്കിയാൽ അവർക്ക് ജനൽ നോക്കിയാൽ കുറ്റിപ്പുറം റെയിൽവേ ഓവർ പിടിച്ച് കാണാം. അതിലൂടെ ആളുകൾ നടന്നു വരുന്ന കണ്ടപ്പോ ഇവരെ സാറേ അമ്മ ചെന്നു, സാറേ എന്റെ ഉമ്മ എന്ത് സാറേ? ഞങ്ങൾ നോക്കിയപ്പോ ആളെന്ന് മനസ്സിലാവണേ ഇല്ല. ഏതൊരു സ്ത്രീ അതിലുണ്ടെന്ന് മാത്രമേ മനസ്സിലാവും. എന്റെ ഉമ്മ എനിക്ക് മനസ്സിലായി സാറേ, എന്റെ ഉമ്മയാണ് സാറേ, എന്റെ ഉമ്മയാണ് സാറേ, എന്റെ ഉമ്മ എനിക്ക് കണ്ടറിയില്ലേ? അപ്പൊ അവന് സ്വബോധമുള്ളപ്പോ അവന് ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, എല്ലാവരും ഉണ്ട്. സാറേ അതെന്റെ ഉമ്മയാണ് സാറേ. സാറേ ഈ ജയിലിന്റെ വാതിൽ ലോക്കപ്പിന്റെ വാതിൽ ഒന്ന് തുറന്നു തരുമോ? എന്റെ ഞാൻ ഈ ജയിലിൽ കിടക്കണ എന്റെ ഉമ്മ കാണണ്ട സാറേ. എന്താ കണ്ട? എന്റെ ഉമ്മക്ക് സങ്കടം സാറേ. എന്റെ ഉമ്മക്ക് സങ്കടമൊക്കെ ഉണ്ടാവും സാറേ. കളിയാക്കല്ലേ സാറേ, എന്റെ ഉമ്മാനെ സങ്കടപ്പെടുത്തല്ലേ സാറേ. നിങ്ങൾ കാര്യം പിടിക്കാം സാറേ, നിങ്ങൾ പറ്റിച്ചാൽ ഓടിപ്പോകില്ല. നിങ്ങളുടെ കാര്യം ഞാൻ പിടിക്കാം. ഞാൻ ചെയ്ത തെറ്റിന് എന്റെ ഉമ്മ എന്താ പഠിച്ചേ? ഞാൻ ചെയ്ത തെറ്റിന് എന്റെ ഉമ്മ എന്ത് പഠിച്ചു? അതിന്റെ ഉത്തരം അവിടെയുണ്ട്. ഉമ്മ തന്നെയാണ് പഠിച്ചത്, ഉമ്മയ്ക്ക് തന്നെയാണ് പഠിച്ചത്. ഉമ്മയ്ക്കും ഉപ്പയ്ക്കും അച്ഛനും അമ്മയ്ക്കും തന്നെയാണ് പഠിച്ചത്. അവൻ പറഞ്ഞത് എന്നാലും ഉമ്മയെ പോയി അവൻ ആ സമയത്ത് പറയാം എന്റെ ഉമ്മ എന്ത് പഠിച്ചു എന്ന് പറയുമ്പോ ഞാൻ മനസ്സിലോർത്തത് അവൻ ഞങ്ങളോട് പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. സാറേ എന്റെ ജീവിതത്തിൽ സമാധാനം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല, സന്തോഷം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. എന്റെ ഉമ്മയും ഉപ്പയും എന്നും വഴക്കായിരുന്നു. എന്റെ ഉമ്മയും ഉപ്പയും വഴക്ക് കണ്ട് എന്റെ ഉമ്മയെ അടിക്കുന്നു കണ്ട് ഞാൻ വീട്ടിൽ നിന്ന് രാത്രി ഇറങ്ങി ഓടിയിട്ടുണ്ട്. ഞാൻ കുട്ടിക്കാലത്ത് ഞാൻ സമാധാനമില്ലാതെയാണ് ഞാൻ വളർന്നത്. ആ സമാധാനമില്ലായ്മയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ആദ്യമായി എന്റെ ചുണ്ടിനകത്തേക്ക് ഞാൻ വെച്ചത്. അപ്പൊ ആർക്കാണ് പിഴച്ചത്? രക്ഷിതാക്കൾക്ക് തന്നെയാണ് പിഴച്ചത്. നമ്മുടെ വീട് സ്വസ്ഥമായിരിക്കണം, സമാധാനമുള്ളതായിരിക്കണം. എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടായാലും അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കി മക്കളുടെ മുന്നിൽ ഒരു കുറെ പണം വേണമെന്നല്ല ഞാൻ പറയണേ. അതിനൊക്കെ വീട് സ്വർഗമായിട്ട് അവർക്ക് തോന്നണം, വീട്ടിൽ കയറി വരാൻ മക്കൾക്ക് തോന്നണം. വൈകുന്നേരത്തെ 8 മണിയുടെ ആ ഒരു നമസ്കാരം കഴിഞ്ഞ് ഒരു 8:30 മണിക്കെങ്കിലും മക്കൾ വീട്ടിലെത്തണം. എല്ലാവർക്കും ഞാൻ പറഞ്ഞത് അതിൽ എന്തിനാണ് 11 മണിക്കും 12 മണിക്കും ഓരോ മുക്കിലും മൂലയിലും ചെറുപ്പക്കാർ പോയി ഇങ്ങനെ ഞങ്ങൾ പട്രോൾ ചെയ്ത് പോകുമ്പോൾ കാണാറുണ്ട്. അവർക്കൊന്നും വീട്ടുകാരില്ലേ, അമ്മമാരില്ലേ, ഉമ്മമാരില്ലേ, എല്ലാവരും ഉണ്ട്. മക്കൾ ആദ്യം വീട്ടിലെത്താൻ പഠിപ്പിക്കാതെ ഒരു 8:30 മണിയാകുമ്പോഴെങ്കിലും മക്കൾ വീട്ടിലെത്തണം. അതാണ് ആദ്യം പഠിപ്പിക്കുന്ന സംസ്കാരം. അതാ എന്നാൽ മക്കൾ കയ്യിൽ നിന്ന് പോകില്ല. അതല്ല 11 മണിക്കും 10 മണിക്കും അവിടെ പോയി ഓർത്തോളൂ. ഞാൻ പറഞ്ഞത് ഉമ്മയ്ക്ക് തന്നെയാണ് പഠിച്ചത്, രക്ഷിതാക്കൾക്ക് തന്നെയാണ് പഠിച്ചത്. എന്നാലും അവൻ പറഞ്ഞ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വാതിൽ തുറന്നു, ലോകം തുറന്നു. ചെന്ന പാട് ഉമ്മാരുടെ കെട്ടിപ്പിടിച്ച് ഒരു കൊച്ചുകുട്ടിയെ പോലെ നമ്മള് KG ക്ലാസ്സിലേക്ക് കൊണ്ടാക്കിയ മക്കളെ വർഷത്തെ ദിവസം വൈകുന്നേരം കൊണ്ടുവരാൻ പോകുമ്പോഴല്ല മക്കൾ ആദ്യമായിട്ട് വിട്ടുനിന്ന സന്തോഷങ്ങളൊക്കെ പെട്ടെന്ന് ഉമ്മാനെ കാണുമ്പോൾ ഓടി വന്ന് ആ കുഞ്ഞെ വേഗം ആദ്യം എറിയും. ആ വേഗം പിടിക്കുമ്പോഴേക്കും ഒപ്പം ഉണ്ടാവും മക്കളും ഉപ്പളും ഒക്കെ കെട്ടിപ്പിടിച്ച് മുത്തം തരുന്ന കുഞ്ഞു മക്കളെ നമ്മൾ കാണുന്നില്ലേ? അതേപോലെ 22 വയസ്സുള്ള യുവാവ് ഈ ഉമ്മയെ കെട്ടിപ്പിടിച്ച് കരയാണ്. കരഞ്ഞുകൊണ്ട് അവൻ പറയാണ്, ഉമ്മ ഞാൻ 5 മിനിറ്റ് അവസരം ചെയ്യാൻ കേട്ടോ. ഉമ്മ ഈ നശിച്ച മരുന്നിന് ഞാൻ അഴിമപ്പെട്ടു പോയി, എനിക്ക് ഇല്ലാതെ ജീവിക്കാൻ വയ്യ. ഉമ്മ ഉമ്മാനോട് സങ്കടം പറയാ. ഉമ്മ ഞാൻ എന്താ ചെയ്യുമ്മ, ഞാൻ ഇതില്ലാതെ എനിക്ക് ജീവിക്കാൻ വയ്യ, നമുക്ക് മരിക്കുമ്മ. അത് അവർക്ക് 2 പേർക്കും അറിയാം, രക്ഷപ്പെടാൻ ഒരു മാർഗമില്ല. 2 പേർക്കും അറിയാം നമുക്ക് മരിക്കുമ്മ. നമ്മുടെ ഇക്കാക്കയോ പോയി, ഞാനിപ്പോ ഇതിൽ പെട്ടുപോയല്ലോ. നമ്മുടെ ഇക്കാക്കയോ പോയി, ഞാനിപ്പോ ഇതിൽ പെട്ടുപോയല്ലോ എന്ന് ചോദിച്ചപ്പോ ഞങ്ങൾ ആ കാര്യം ചോദിച്ചറിഞ്ഞു. അപ്പോഴാണ് അവൻ ആ കഥ പറഞ്ഞത്. ഇവിടെ മുതിർന്ന ആൾക്കാർക്കൊക്കെ അറിയാം, പത്രത്തിലൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് അറിയാവുന്ന ഒരു സ്ഥലത്ത് ഒരു അജ്ഞാത ശവശരീരം ഒരു യുവാവ് മരിച്ചു കിടക്കായിരുന്നു. പോലീസ് വന്നു, ആ ഡെഡ് ബോഡി എടുത്തു, പുറത്തെടുത്തു. നോക്കുമ്പോ ആ മരിച്ചു കിടന്ന യുവാവിന്റെ ശരീരത്തിൽ, അന്ന് മരിച്ചു കിടന്ന യുവാവിന്റെ ശരീരത്തിൽ മൊത്തം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലേഡ് കൊണ്ട് മുറിച്ചിട്ടിരിക്കുന്നു. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളായിരുന്നു. ഇന്നലെ മുറിച്ച മുറിവ്, ഒരു മാസം മുറിച്ചൊരു ഉണങ്ങിയത് മുടങ്ങാത്തതുമായ മുറിവുകൾ, അവന്റെ ശരീരത്തിൽ മൊത്തം മുറിവുകൾ. പിന്നെ കണ്ട പ്രത്യേകത, ഈ ജോയിൻസിൽ മുഴുവൻ, ഇവിടെ ഈ ഞരമ്പ് കിട്ടുന്ന ഭാഗത്ത് മുഴുവൻ ഇഞ്ചക്ഷൻ ചെയ്ത് അടയാളം, ഡോട്ട്സ് മുഴുവൻ, ഡോട്ട്സ്, ഈ മയക്കുമരുന്ന് കുത്തിക്കയറ്റിയ ഡോട്ട്സ്. ആ മരിച്ച അന്ന് അവന് കുത്തിക്കയറ്റാനുള്ള മരുന്ന് കിട്ടി. പക്ഷേ അത് കുത്തിക്കയറ്റാൻ എങ്ങനെ മുറുക്കി കെട്ടിയിട്ടും ഈ ഞരമ്പ് പുറത്തേക്ക് വരുന്നില്ല. പക്ഷെ ഈ സുഖം കിട്ടണം, ഇത് കുത്തിക്കയറ്റണം, ഞരമ്പ് കിട്ടണം.
പക്ഷെ എത്ര ശ്രമിച്ചിട്ടും ഞരമ്പ് കിട്ടുന്നില്ല. പക്ഷെ സുഖം കിട്ടാതെ പറ്റില്ല. ആ ഞരമ്പ് കിട്ടാതെ വന്നപ്പോ എനിക്ക് പറയാൻ മടിയുണ്ട്, എന്നാൽ പോലും ഞാൻ പറയാണ്, കൊച്ചുകുട്ടികൾ പോലും ഇവിടെ ഉണ്ട്. എന്നാൽ അതിന്റെ തീവ്രത അറിയാൻ വേണ്ടി പറയാണ്, ആ മയക്കുമരുന്നിന്റെ ആ ലഹരി കിട്ടാൻ വേണ്ടി ഞരമ്പ് കിട്ടാതെ വന്നപ്പോ അവസാനത്തെ ഡോസ് ആ മയക്കുമരുന്ന് അവന്റെ ജനനേന്ദ്രിയം, അവന്റെ മൂത്രപ്പൊടി വളച്ചു പിടിച്ച് അതിൽ ഞരമ്പിലേക്ക് അടിച്ചു കയറ്റിയ ആ നിമിഷം അവിടെ വെച്ച് ആ യുവാവ് മരിച്ചുപോയി. ആ മരിച്ചുപോയ ആ യുവാവിന്റെ നേരെ അനിയനെയാണ് അതേ മയക്കുമരുന്നുമായിട്ട് എന്നെ പിടിക്കുന്നത്. അതായത് ഈ ഉമ്മയുടെ മൂത്ത മകൻ ഈ മയക്കുമരുന്ന് കുത്തിവെച്ച് മരിച്ചിട്ട് 68 ദിവസം 2 മാസമേ ആയിട്ടുള്ളൂ. അപ്പോഴാണ് രണ്ടാമത്തെ മകനെ ഇതേ മയക്കുമരുന്ന് എന്നെ പിടിക്കുന്നത്. ഓർത്തോളൂ, ആ മൂത്ത മകൻ മരിച്ച് കബറടക്കം കഴിഞ്ഞ് വൈകുന്നേരം ഒരു മൗലൂദ് പ്രാർത്ഥനയ്ക്ക് ഉണ്ടാവും. പ്രാർത്ഥന കഴിഞ്ഞ് ഉസ്താദുമാരൊക്കെ മടങ്ങിപ്പോയി. ഉമ്മയും ഈ രണ്ടാമത്തെ മകനും തരിച്ചായ സമയത്ത് അന്ന് ആ സമയത്ത് ആ 10 ദിവസം ഉമ്മയെ കെട്ടിപ്പിടിച്ച് വരെന്ന് പറഞ്ഞു. എന്നെ പിടിച്ചു കൊടുത്ത മകൻ അന്ന് പറഞ്ഞു, ഉമ്മ ഈ നശിച്ച മരുന്നിന് ഞാൻ അടിമപ്പെട്ടു പോയി, ഞാൻ എന്താ ചെയ്യുമ്മ, എനിക്ക് ഇതില്ലാതെ ജീവിക്കാൻ വയ്യമ്മ. നമ്മുടെ ഇക്കാക്കയിലും പോയി, ഇക്കാക്ക ആ വിഷം കുത്തി വെച്ചിട്ടാ മരിച്ചേ, ഇക്കാക്ക ആ വിഷാണ് കൊണ്ടുപോയത്. അതുകൊണ്ട് ഇനി മുതൽ ഒരു മയക്കുമരുന്നും ഞാൻ എന്റെ കൈ കൊണ്ട് തൊടൂലമ്മ, എന്റെ ഉമ്മയാണ് സത്യം, ഞാൻ ഇനി മുതൽ ഒരു മയക്കുമരുന്നും എന്റെ കൈ കൊണ്ട് ഞാൻ തൊടില്ല എന്ന് ഉമ്മയുടെ നെറുകയിൽ കൈവച്ച് അവൻ സത്യം ചെയ്തു. ആ സത്യം ചെയ്തത് ആത്മാർത്ഥമായിട്ട് മനസ്സ് തട്ടിയിട്ട് അവന്റെ ഈ ഫ്രോണ്ടൽ ലോബ്, നമ്മുടെ സന്മാർഗ ബോധം നമുക്ക് തരുന്ന തലച്ചോറിന്റെ ആ ഭാഗം അവനോട് പറഞ്ഞു, എടാ മോനെ ഇത് നിർത്തിക്കോ, നിന്റെ ഏട്ടൻ മരിച്ചത് കുത്തി വെച്ചിട്ടാ, വെറുതെ മരണത്തിലേക്ക് പോണ്ട. അവൻ തീരുമാനിച്ചു. പക്ഷെ ആ തീരുമാനത്തിന് കൂടി വന്നാൽ ഒരാഴ്ചത്തെ ആയുസേ ഉണ്ടായിട്ടു. അപ്പോഴേക്ക് വീണ്ടും അവൻ ഉപയോഗിക്കാൻ വീണ്ടും ഉപയോഗിക്കും. അതാണ് മയക്കുമരുന്ന്, അതാണ് തലച്ചോറ്. അത് പറയാൻ ഒരുപാട് അതിന് സമയമില്ല. ഇനി 2 കൂടി ഉപയോഗിച്ചിട്ടുണ്ട്, വേറെ പരിപാടികളുണ്ട് ഇവിടെ അല്ലേ. അതുകൊണ്ട് മാത്രം ഞാൻ അതിന്റെ വിശദീകരണത്തിൽ പോണില്ല. ഒരുപാട് മണിക്കൂറുകൾ വേണം പറയാൻ. എന്തായാലും അവൻ ഒരാഴ്ചയിലേക്ക് ഉപയോഗിച്ചു. അതാണ് നമ്മുടെ തലച്ചോറ്. വീണ്ടും ഉപയോഗിക്കും. തലച്ചോറിന്റെ റിവാർഡ് സെന്റർ ഉണ്ട്. ആ സുഖം അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ആ സുഖം വേണം എന്ന് നമ്മുടെ തലച്ചോറ് ആവശ്യപ്പെട്ടു കൊടുക്കേണ്ടി വരും. കൊടുത്തിരിക്കും ഭ്രാന്ത് വരും. എന്ത് ചെയ്യും? അതിന് ഒറ്റ മാർഗ്ഗമേയുള്ളൂ. എന്ത് ചെയ്യും മക്കൾ പറ? ഒറ്റ മാർഗ്ഗമേയുള്ളൂ. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു മയക്കുമരുന്നും തൊട്ടു നോക്കുക പോലും ചെയ്യില്ല എന്ന് ദൃഢനിശ്ചയം എടുക്കുക. നമ്മുടെ മക്കൾ ഒരിക്കൽ പോലും ഒരു ലഹരി മരുന്നും തൊട്ടു നോക്കാൻ പോലുള്ള അവസരം ഉണ്ടാകാത്ത വിധത്തിൽ അവരെ മനസ്സിനെ പാകപ്പെടുത്തുക, അവരെ ചേർത്ത് പിടിക്കുക. ഈ 6 വയസ്സ് 8 വയസ്സ് വരെ മാത്രമേ അവർ ചേർത്ത് പിടിച്ച പോലെ 10, 15, 18, 20 മക്കളെയും ചേർത്ത് പിടിക്കണം. ആ ചേർത്ത് പിടിക്കലിന് വലിയ ഗുണമുണ്ട്. എനിക്ക് ആരൊക്കെയും ഉണ്ട്, എന്റെ ഉപ്പയുണ്ട്, എന്റെ ഉമ്മയുണ്ട്, എന്നെ സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ട് എന്ന് അവർക്ക് തോന്നുമ്പോ ആ ചേർത്ത് പിടിക്കലിൽ നിന്ന് അവർ വഴുതി പോവില്ല. അപ്പൊ അപ്പുറത്ത് പുറത്തു വരുന്ന ചതിയുടെ സ്നേഹത്തിലേക്ക് അവർ വഴിപിടിച്ചു പോവില്ല. അതിന് മക്കളെ നമ്മൾ ചേർത്ത് പിടിക്കണം. കുടുംബം സ്വസ്ഥമായിരിക്കണം, കുടുംബം ഭദ്രമായിരിക്കണം. എനിക്ക് എന്ത് വന്നാലും എന്റെ ഉപ്പയുണ്ട് എന്റെ കൂടെ എന്ന് തോന്നാൻ അവർക്ക് തോന്നണം. കുടുംബം ഭദ്രമായിരിക്കണം. സമയമില്ലാത്ത കുഴപ്പം എനിക്ക് ഒരുപാട് പറയാനുണ്ട്. അവസാനിപ്പിക്കേണ്ട സമയമായി എനിക്ക് തോന്നുന്നു. അതൊക്കെ മാത്രം ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഏറ്റവും വലിയ ലഹരിയുടെ കുഴപ്പമാണ് ഞാൻ പറഞ്ഞത്. അതിനപ്പുറത്തുള്ള കുഴപ്പങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ലഹരി വരുത്തിയത് ഒരുപാട് ദുരന്തങ്ങൾ നമ്മൾ കാണുന്നു. ഞാൻ കുടുംബം ഭദ്രമായിരിക്കണം എന്ന് പറഞ്ഞല്ലോ, അത് 5 മിനിറ്റ് കൊണ്ട് ഞാൻ ആ ഭദ്രതയുടെ കാര്യം മാത്രം പറഞ്ഞാൽ 5 മിനിറ്റ്. ഓക്കെ, എന്താണ് ഭദ്രത? അതാണ് ബ്രിട്ടീഷ് ജേർണലിസ്റ്റ് പറഞ്ഞ ഒരു അനുഭവം. ആ ബ്രിട്ടീഷ് ജേർണലിസ്റ്റ് ഒരു വിമാനത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിമാനം ടേക്ക് ഓഫ് ചെയ്ത് ആകാശത്തോടെ പറന്ന് ഈ മേഘങ്ങൾക്കിടയിലൂടെ വിമാനം ഇങ്ങനെ പറക്കുകയാണ്. ആ പറക്കുന്ന സമയത്ത് ഈ സാധനം ഒന്ന് കുലുങ്ങി, ഒരു ജർക്കിങ്. ഈ മേഘങ്ങൾക്കിടയിലൂടെ പറക്കുമ്പോ വിമാനം ജർക്കി എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണോ? എനിക്കറിയില്ല. ഞാൻ വിമാനത്തിൽ കയറിയിട്ടില്ല. കേരള ഭാഗ്യം കേട്ടില്ല. സത്യം പറയുന്ന ഭാഗ്യം എപ്പോഴത് കയറണം. എന്റെ മകൻ 3 പ്രാവശ്യം കയറി, പക്ഷെ നമ്മളിതുവരെ കയറിയിട്ടില്ല. എന്തായാലും ഇത് കുലുങ്ങുന്ന് കേട്ടിട്ടുണ്ട്. ഈ സാധനം കുലുങ്ങാൻ തുടങ്ങിയപ്പോ അതിനെ കോപ്പായിട്ട് അനൗൺസ് ചെയ്തു. സാധാരണ അനൗൺസ്മെന്റ് ഒന്നും ഉണ്ടാവില്ല. ഇത് കുറച്ച് കൂടുതൽ കുലുങ്ങുന്നുണ്ട്. അപ്പൊ അനൗൺസ് ചെയ്തു, വിമാനത്തിന് നിയന്ത്രണം ചെറുതായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം, സീറ്റ് ബെൽറ്റ് കെട്ടിയിരിക്കണം എന്ന് പറഞ്ഞു. ഈ പുസ്തകം വായിച്ചിരിക്കുന്നവരൊക്കെ നമ്മൾ ഇട്ട് ആകെ ഒരു ചെറിയ പേടിയൊക്കെ തോന്നി. കുറച്ച് കഴിഞ്ഞു, ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കൂടി വന്നു. ഇത് ആടി വയ്യാൻ തുടങ്ങി, ഇത് തടയാൻ പോകണമെന്ന് മനസ്സിലായി. വീണ്ടും അനൗൺസ്മെന്റ് വന്നു, വിമാനത്തിന്റെ നിയന്ത്രണം പരിപൂർണമായി നഷ്ടപ്പെട്ടിരിക്കുന്നു, ഇത് തകരാൻ പോവാണ്. നമ്മുടെ മുന്നിൽ ഇനി യാതൊരു പോകണയുമില്ല, ദൈവത്തിന് മാത്രമേ, പടച്ചവന് മാത്രമേ ഇനി നമ്മളെ രക്ഷിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞപ്പോ ഒരു കൂട്ട നിലവിളി വിമാനത്തിന്റെ അകത്ത് നിന്ന് 230 യാത്രക്കാരുണ്ടായിരുന്നത്രേ. ആ 230 യാത്രക്കാരിൽ 229 പേരും ഇതുപോലെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു 10 വയസ്സുള്ള ഒരു ആൺകുട്ടി മാത്രം അവന്റെ സീറ്റിൽ ഇരുന്നിട്ട് യാതൊരു പേടിയില്ലാതെ ഒരു പുസ്തകം വായിച്ചു. ഇവന് ആർക്കും വേണ്ടി കരച്ചിൽ കാണുമ്പോൾ ഇവൻ പതുക്കെ തല വീഴ്ത്തി എല്ലാവരും നോക്കും. പിന്നെ ഒരു കൂസലില്ലാതെ പിന്നെ പുസ്തകം വായിക്കും.
ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞ് പതുക്കെ വിമാനത്തിന്റെ കൺട്രോൾ തിരികെ വന്നു. വളരെ സേഫായി വിമാനം ഇറങ്ങേണ്ട എയർപോർട്ടിൽ ഇറക്കി യാത്രക്കാരെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വന്നവരൊക്കെ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കരയാണ്. ജീവൻ തിരിച്ചിട്ട് വരുന്ന ഉപ്പമാരും രക്ഷിതാക്കളും ഒക്കെ ഉണ്ട്. അങ്ങനെ കരയാണ്. പക്ഷെ ഈ കുട്ടി ഒരു ഭാഗത്ത് ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നുണ്ട്. അപ്പൊ ഈ ജേർണലിസ്റ്റ് നേരെ പോയിട്ട് വിളിച്ചു. ഞാനൊരു ജേർണലിസ്റ്റാണ്. ഞാൻ ഈ ക്യാമറയുമായിട്ട് പല സ്ഥലത്തും പോകാറുണ്ട്. ഭൂമികുലുക്കം നടന്ന സ്ഥലത്ത് പോകാറുണ്ട്. തീ ആയി പടരുമ്പോ തീന്റെ ഇടയിലൂടെ ഞാൻ പോകാറുണ്ട്. എന്റെ തൊഴിലാണത്. ചിലപ്പോൾ ജീവൻ തന്നെ പോകും. പക്ഷെ എനിക്ക് പേടിയൊന്നും തോന്നാറില്ല. എന്റെ പണി അതാണല്ലോ. പക്ഷെ ഇന്ന് ഞാൻ യാത്ര ചെയ്യുന്ന വിമാനം ഇത് തകരാണെന്ന് പെട്ടെന്ന് കേട്ടപ്പോ നമ്മുടെ ജീവൻ ഇപ്പോ നഷ്ടപ്പെടുന്നത് പെട്ടെന്ന് അറിഞ്ഞപ്പോ ഞാൻ പോലും പേടിച്ച് കരയായിരുന്നു. ഞാൻ പോലും ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കായിരുന്നു. പക്ഷെ ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നല്ലോ. നിനക്ക് യാതൊരു പേടിയും കണ്ടില്ലല്ലോ. നിനക്ക് മരിക്കാൻ പേടിയില്ലേ? ഞാൻ അറിയാനായിട്ട് ചോദിക്കുകയാണ്. നിനക്ക് മരിക്കാൻ പേടിയില്ലേ എന്ന് ചോദിച്ചപ്പോ ആ കുട്ടി പറഞ്ഞ മറുപടി ഒരു പക്ഷെ ധരിക്കുന്ന ആൾക്കാരെ കരുതും ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ? പക്ഷെ ആ കുട്ടി പറഞ്ഞു, വിമാനം എങ്ങനെയൊക്കെ ആയില്ലോട്ടെ, എങ്ങനെയൊക്കെ നിയന്ത്രണം നഷ്ടപ്പെട്ടോട്ടെ, ഇതിന്റെ നിയന്ത്രണം, ഇതിന്റെ പൈലറ്റ് തിരിച്ചു പിടിക്കും. ഇത് ആകാശത്തിൽ നിന്ന് ഇങ്ങനെ കീഴ്മേൽ പറഞ്ഞാൽ പോലും ആ വിമാനത്തിന്റെ നേർരേഖയിലേക്ക് കൊണ്ടുവന്ന് നമ്മളെ യാത്രക്കാരെ ഒരു മോറിൽ വെക്കാതെ നമ്മൾ ഇറങ്ങേണ്ട എയർപോർട്ടിൽ കൊണ്ടുപോയി ഇറക്കാനുള്ള സകല ശേഷിയും കഴിവും ഒക്കെ ഉള്ള ആളാണ് ഈ വിമാനം പറത്തുന്ന ഇതിന്റെ പൈലറ്റ് എന്ന് എനിക്കറിയാം. ഇത് ഞാനെന്തിനാണ് പേടിക്കുന്നത്? ഇതിന്റെ പൈലറ്റ് എന്റെ ഉപ്പയാണ്. എന്റെ ഉപ്പയെ എനിക്ക് വിശ്വാസമാണ്. അതാണ് വിശ്വാസം, അതാണ് ഭദ്രത. ആ ഒരു ഭദ്രത നമ്മുടെ മക്കളുടെ മനസ്സിൽ ഈ രക്ഷിതാക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ? ഒരു മക്കൾ ഒരു രഹയിലേക്ക് പോകില്ല. പക്ഷെ എന്നെ ശ്രദ്ധിക്കാൻ ആരുമില്ല, എന്നെ നോക്കാൻ ആരുമില്ല എന്ന് ഏതെങ്കിലും ഒരു കുഞ്ഞ് തോന്നിയാൽ അത് കഴിഞ്ഞു പോകും. അവരെ എപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കണം എന്ന് വിചാരിച്ചിട്ട് അവരെ എല്ലാ വാശികളും നടത്തി കൊടുക്കണമെന്നല്ല. അവരുടെ മുഖത്ത് വരുന്ന മാറ്റങ്ങൾ, സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ എല്ലാം നമ്മൾ അറിയണം. അങ്ങനെ വളർന്നു വരുമ്പോ ഈ മക്കളൊക്കെ മനോഹരമായ മനസ്സിലുടമകളായിട്ട് ഇവർ വളർന്നു വരും. മക്കളെ, ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. ഇതിന്റെ തുടർച്ച പിന്നീട് നമുക്ക് നടത്താം. കാരണം ഈ ഒരു വിഷയം ഇനിയും ഒരു 3 മണിക്കൂർ സംസാരിക്കാൻ എന്റെ കയ്യിലുണ്ട്. അതെ, വിൽപ്പന നടത്തുന്നവരെ ആരും പരസ്യമായി കൈകാര്യം ചെയ്യും. വളരെ രഹസ്യമായിട്ട് വീട്ടില്, ഞാൻ പറയാം, വീട്ടിൽ പെണ്ണുങ്ങൾ പോലും അറിയാം. ഞാൻ പറയാം, ഭാര്യമാർ കുഴപ്പക്കാരായിട്ടല്ല പറയുന്നില്ല. നമ്മൾ രണ്ടാമത്തെ ഒരാളറിയാതെ നിങ്ങൾ അതിന്റെ നമ്പറുകളുടെ ഞാൻ ഇവിടെ വേണമെങ്കിൽ അത് പബ്ലിഷ് ചെയ്യാം. ആ നമ്പറിലേക്ക് വിളിച്ചു പറയാം. കൃത്യമായിട്ട് ഏകദേശം കൃത്യമായിട്ടുള്ള വിവരങ്ങൾ എക്സൈസിനെ, പോലീസിനെ അറിയിക്കാം. അത് വളരെ രഹസ്യമായിട്ട് മോണിറ്റർ ചെയ്യാം. അത് നമ്മൾ കൂട്ടം ചേർന്നിട്ട് അവരെ ആക്രമിക്കാൻ, അവരെ പിടിച്ചു വെക്കാൻ ശ്രമിച്ചാൽ അതൊരു വേറെ രീതിയിൽ മാറും. അത് സദാചാര പോലീസായിട്ട് മാറും. അപ്പൊ എന്താ വേണ്ട വെച്ചാൽ നമ്മുടെ ചുറ്റുപാടുകളിൽ നടത്തുന്ന ആൾക്കാരെ കൃത്യമായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യുക. ആ വിവരം എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കുക. അപ്പൊ അതിന് കൺട്രോൾ, മലപ്പുറം ജില്ലയിലാണെങ്കിൽ കൺട്രോൾ റൂം നമ്പർ ഉണ്ട്. അത് 0483 273 48 86 എന്നാണ്. അത് ഞാൻ വേണമെങ്കിൽ നമ്മുടെ എനിക്ക് വിളിച്ച അദ്ദേഹത്തിന് ഞാൻ നമ്പറുകൾ അയച്ചു കൊടുക്കാം. നമ്മുടെ ഗ്രൂപ്പ് ഉണ്ടാകുമല്ലോ, ആ ഗ്രൂപ്പിൽ അത് ഇട്ട് കൊടുത്താൽ മതി. ആരും പറയരുത്, വിളിച്ചു പറഞ്ഞിട്ട് സാർ ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ല, അടുത്ത് പോയിട്ട് ഞാനേ മോനെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് അവനൊന്ന് പോകും എന്ന് പറഞ്ഞാൽ ആരോട് പറഞ്ഞിട്ടാ മൂപ്പര് വീട്ടിൽ പോയിട്ട് ചിലപ്പോ വേറെ ആരെങ്കിലും പറയും. പിന്നെ ഇജ്ജാരോട് പറഞ്ഞ മക്കളെ പറിച്ച് നമ്മുടെ കുഞ്ഞിപ്പോ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, മിക്കവാറും പോകും. ആ മൂപ്പര് അപ്പുറത്ത് പറഞ്ഞ് തിരിഞ്ഞു പറഞ്ഞ് ഇയാളെ ചെവി കെട്ടി അവസാനം അത് അയാളടുത്ത് എത്തിയാൽ അത് അപകടമാണ്. കാരണം ഇവരൊക്കെ മാനസികാവസ്ഥ മിക്കവാറും ആൾക്കാർ അറിയപ്പെട്ടവരെ വെക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്ക് പകുതി ഭ്രാന്തുള്ള ആൾക്കാരാണ്. അപ്പൊ അത് അവരറിയാത്ത വിധത്തിൽ ഇത് കൈകാര്യം ചെയ്യണം. അതിന് സമൂഹത്തിന്റെ നല്ല ഒരു സപ്പോർട്ട് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് നമ്മളറിയുന്നതിനേക്കാൾ കൂടുതൽ നാട്ടുകാർക്ക് അറിയാം. അപ്പൊ നാട്ടുകാർ ഏകദേശം കൃത്യമായ തരത്തിലുള്ള വിവരങ്ങൾ തരണം. അല്ലാതെ ഏകദേശം അങ്ങനെ അടച്ച് പറയല്ല. അത് ഇന്ന സ്ഥലത്ത് ഏതോ ഒരാൾ ഇങ്ങനെ കൊടുത്തിട്ട് തോന്നുന്നുണ്ട് അങ്ങനെയല്ല. ഏകദേശം നമ്മൾ കൃത്യമായിട്ട് അറിയാം. അത് ആ നിങ്ങൾ ഐഡന്റിറ്റി ഒരിക്കലും ഡിപ്പാർട്ട്മെന്റ് മുഖാന്തരം പുറത്തു പോകില്ല. 150% ഉറപ്പിയാലും പുറത്തു പോകില്ല. ഒരാളോ ആ നമ്പർ 3 നമ്പർ ഞാൻ ഇതിൽ കൊടുക്കാം. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എന്തായാലും ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികൾ അറിയിക്കുന്ന കൈ നോക്കിക്കേ. വിദ്യാർത്ഥികൾ താഴെ, പെൺകുട്ടികൾ, നമ്മുടെ പെൺമക്കള് താഴെയുണ്ട്. അവർ അത് വിദ്യാർത്ഥികളുണ്ട്. മക്കളെ, ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഓഫീസിൽ സാദിഖ് സാറ് ട്രാൻസ്ഫർ ആയിട്ട് തൃശ്ശൂർക്ക് പോയി. 26 വയസ്സേ ഉള്ളൂ. ഞാൻ ഇത്രയും പ്രായമുള്ള, എന്നേക്കാൾ പ്രായമുള്ള എന്റെ ഓഫീസിലുണ്ട്. രാവിലെ ചെന്നാൽ നമ്മൾ അദ്ദേഹത്തിന് സല്യൂട്ട് ചെയ്യും. ആ സല്യൂട്ട് സ്വീകരിക്കത്തക്കവണ്ണമുള്ള വലിയൊരു പദവിയിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ ലഹരി പഠനമായിരുന്നു, വായനയായിരുന്നു, കുടുംബമായിരുന്നു. നമ്മുടെ ഉമ്മയും ഉപ്പയുടെയും ഒരു തുള്ളി കണ്ണീര് പോലും നമ്മൾ കാരണം ഈ ഭൂമിയിൽ വിടാൻ ഇടവരുന്നത്. അതുകൊണ്ട് മക്കളെ, അങ്കിളിന് ഇനി
കുറച്ച് കാര്യങ്ങളുള്ളൂ. കുറച്ച് കാലം നമുക്ക് ആയുസല്ല. അത് നിങ്ങളൊക്കെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഒന്ന് എനിക്ക് വേണ്ടി ഒന്ന് ദ്വാരിക്കാൻ പ്രാർത്ഥിക്കാം, എനിക്ക് എന്റെ കുടുംബത്തിനെ വേണ്ടി പ്രാർത്ഥിക്കാം. ആയുസിനെ കുറിച്ച് റിട്ടയർ ചെയ്യണമെങ്കിൽ ഒരുപാട് 4-5 കൊല്ലം മതി. ഈ 4-5 കൊല്ലം നിങ്ങൾക്ക് ചെറിയ മക്കളാണ്, കഴിയണം. റിട്ടയർ ചെയ്ത് പെൻഷനൊക്കെ വാങ്ങാൻ വേണ്ടി ഇപ്പൊ തിരൂര് ട്രഷറിക്ക് അല്ലെങ്കിൽ വളാഞ്ചേരി എന്റെ വീട് വളാഞ്ചേരി ട്രഷറിക്ക് ഇങ്ങനെ പോവാൻ വേണ്ടി ഞാൻ ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. സീബ്ര ക്രോസിംഗ് ആരും നിർത്തിയിരുന്നില്ല, ആ സംസ്കാരം നമുക്ക് ഇല്ലല്ലോ. വണ്ടി ഇങ്ങനെ അങ്ങനെ പറയണം, ഇങ്ങനെ പോകണം, ചിലർ ബൈക്കിൽ ഇങ്ങനെ പോവാണ്. അപ്പൊ കടക്കാൻ വയ്യാതെ ഞാൻ ഇങ്ങനെ വേറെ കുറിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവർ ഇന്നോവത്തിൽ വണ്ടിയുടെ വന്നു, വലിയൊരു ആശ്വാസം, ഒരാൾ നിർത്തിയല്ലോ. അപ്പൊ ഞാൻ വലിയ ആശുപത്രി ഞാൻ കടക്കാൻ വേണ്ടി നോക്കുക. അപ്പൊ അതിന് ക്ലാസ് ഇങ്ങനെ കാണുന്നുണ്ട്, അതിനോട് അങ്ങനെ ഒരു വിളി. അത് നോക്കുമ്പോൾ വണ്ടി പോണ റോയിലേറ്റിന്റെ അടിയിൽ എഴുതി ഞാൻ ശ്രദ്ധിച്ചില്ല. ചെന്ന് അങ്ങനെ 1 minute പ്ലീസ് അങ്ങനെ മനസ്സിലായോ? ഇല്ല ഇല്ല. നിങ്ങളത് 2024 കാലത്തൂര് മഹൽ നടത്തിയ സൈൻ പരിപാടി വന്നു ഓർമ്മയുണ്ടോ? അന്ന് രാത്രി അന്ന് പ്രോഗ്രാമില് ഞാൻ ഉണ്ടായിരുന്നു, ഞാൻ പഠിക്കുകയായിരുന്നു അന്ന്. അതെ അല്ലേ അങ്ങളെ, ഞാനിപ്പോ നമ്മുടെ തിരൂര് തിരൂരിലെ സബ് കളക്ടറാണ്, സബ് കളക്ടറാണ് എന്ന് ഇതിൽ ഒരാളെങ്കിലും പറഞ്ഞാൽ മകളെ ആ റോഡില് ചിലപ്പോൾ കാലത്ത് മടങ്ങല് പ്രായമായിട്ടുണ്ടാവല്ലോ, എന്നാലും ആ മടങ്ങാത്ത കാല് മടങ്ങിലെങ്കിലും വലിച്ചു മുറുക്കി ചവിട്ടിയിട്ട് ആ നട റോഡിൽ നിന്ന് ഒരു സല്യൂട്ട് അപ്പനെ നിങ്ങൾക്ക് തരും. ഇതിൽ ഒരാളെങ്കിലും ആ തരത്തിലേക്ക് ഒരാളല്ല, ഇതിൽ മുഴുവൻ വിദ്യാർത്ഥികളും ആ തരത്തിലേക്ക് എല്ലാവരും IAS ആവുന്നല്ല പറഞ്ഞേ. നല്ല അധ്യാപകരാവാൻ, നല്ല എക്കോണമിസ്റ്റുകളാവാൻ, നല്ല ഹിസ്റ്റോറിയൻസ് ആവാൻ, നല്ല മനുഷ്യനാവാൻ ഇതിലെല്ലാ മക്കളും വളർന്നു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ തരത്തിൽ നിങ്ങൾ വളരണമെങ്കിൽ നമ്മുടെ ഈ പ്രായത്തിൽ നമ്മുടെ മനസ്സിനകത്തേക്കും നമ്മുടെ ജീവിതത്തിനകത്തേക്കും ആവശ്യമില്ലാത്തതൊന്നും കയറ്റി വെക്കരുത്. വീട്ടുകാരെ സ്നേഹിച്ച് ചേർത്ത് പിടിച്ച് പഠിക്കാൻ നന്നായി പഠിച്ച് മനോഹരമായ മനസ്സിന്റെ ഉടമകളായിട്ട് നിങ്ങൾ വളരുക. അതിന് നമ്മുടെ സൈൻ ഈ ഒരു സംവിധാനത്തിന് അതിന് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒരുപാട് മക്കളെ എല്ലാവരെയും നല്ല നിലയിൽ എത്തിക്കാൻ സൈന്റെ പ്രവർത്തനത്തിന് സാധിക്കട്ടെ. എന്നെ ഇവിടെ ക്ഷണിച്ച ഇതിന്റെ ഭാരവാഹികൾക്കും നല്ലവരായ നാട്ടുകാർക്കും എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ആ ഒരു അന്ന് യൂണിഫോം ഉണ്ടാവില്ലല്ലോ, റിട്ടയർഡ് യൂണിഫോം ഉണ്ടാവില്ലല്ലോ, അന്ന് ആ 10 കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തരാനുള്ള ആ സല്യൂട്ട് ഇപ്പോ ഇവിടെ വെച്ച് ഞാൻ അഡ്വാൻസ് ചെയ്ത് തരും. Thank you, sir.